അള്ളാഹ് 4 ദിവസമായി നമ്മുടെ ക്ലാസ് ആരംഭിച്ചത്. ഇന്ന് നമ്മുടെ ക്ലാസ് സമാപിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് നാളെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു മയ്യത്ത് പരിപാലന ക്ലാസ്സാണ് നടക്കുന്നത്. ഫാത്തിമ ടീച്ചർ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ആ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് 10 മണിക്ക് തന്നെ ആരംഭിക്കണം. എല്ലാ സ്ത്രീകളും നാളെ 10 മണിയാകുമ്പോഴത്തിന് നമ്മുടെ ഈ മദ്രസ ഹാളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على الذات المحمدية اللطيفة الأحدية سمس سماء الأسرار ومظهر الأنوار ومركز مدار الجلال قطب فلك الجمال. اللهم بسره لديره إليك آمن خوفي وأقل أثرتي وأذهب حزني وحرصي وكن لي وخذني إليك مني وارزقني الفناء عني ولا تجعلني مفتونا بنفسي محجوبا بحسي واكشف لي عن كل سد مكتوم يا حي يا قيوم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ബഹുമാനപ്പെട്ട ഇവിടുത്തെ സദർ ഉസ്താദും നമ്മുടെ സുഹൃത്തുമായ അഷ്റഫ് ഫൈസി അവർകളെ, കാരണവന്മാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംഗമം അവൻ കബൂൽ ചെയ്യട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന ഒരു സദസ്സായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഈ റഹ്മത്തിൻ്റെ 10 അവസാനിക്കുന്ന ഈ സമയത്ത് അവൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മഗ്ഫിറത്തിൻ്റെ 10 പാപം പൊറുക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. 4 ദിവസത്തോളമായി നടന്നു വരുന്ന ക്ലാസ്സിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. നാളെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രത്യേക ക്ലാസ് ഉണ്ടെന്ന് ഉസ്താദ് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും നേരത്തെ എത്തിച്ചേരുക. ഇന്നത്തെ വിഷയം സൃഷ്ടികളിലൂടെ സൃഷ്ടാവിലേക്ക് എന്നുള്ളതാണ്.
മഹാനായ അല്ലാഹു സുബ്ഹാനഹു തആലയെ ഈ ക്ലാസ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇതുവരെ അള്ളാഹുവിനെ പറ്റി ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരല്പം പുരോഗതി നമുക്ക് ലഭിക്കണം. അള്ളാഹുവിനെ പറ്റിയുള്ള ആലോചനകളും ചിന്തകളും നമുക്കെപ്പോഴും ആവശ്യമാണ്. ചില ധാരണകളൊക്കെ നമ്മൾ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കി അള്ളാഹുവിനെ ഒരല്പമെങ്കിലും അറിയാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിനെ അറിയൽ അവൻ്റെ സൃഷ്ടികളിലൂടെയാണ്. പല കോലത്തിലും അള്ളാഹുവിനെ അറിയാമെങ്കിലും കൂടുതൽ അറിയൽ അവൻ്റെ സൃഷ്ടിജാലങ്ങളിലൂടെ അറിയാം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഇടക്കിടക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ലഅല്ലക്കും തഅഖിലൂൻ, ലഅല്ലക്കും തതഫക്കറൂൻ, അഫലാ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് എന്നിങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ചിന്തിക്കാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ കുറച്ചൊരു ചിന്തകളിലൂടെ പോവുക. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഭൂമിയെക്കുറിച്ചാണ്. ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഏതൊരു വസ്തുവിനെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും ഒരു വിശ്വാസി അത്ഭുതപ്പെടുന്നത് അള്ളാഹുവിനെ പറ്റിയായിരിക്കും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുഅ്മിനു ഹായിറുൻ ഫില്ലാ, ഒരു സത്യവിശ്വാസി അത്ഭുതപ്പെടുന്നത് അള്ളാഹുവിലായിരിക്കും. ഏതൊരു വസ്തു കാണുമ്പോഴും പടച്ചവനെ ഓർക്കൽ, ഒരു ചെടി കാണുകയാണെങ്കിൽ അവൻ ആലോചിക്കൽ അള്ളാഹിനെ പറ്റിയാണ്. എന്തൊരു അത്ഭുതം കാണുകയാണെങ്കിലും പടച്ചവനാണല്ലോ ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ളത് എന്തിക്കുക. അതേസമയത്ത് വൽ കാഫിറു ഹായിറുൻ ഫീ ഖൽഖില്ലാ, സത്യനിഷേധി ചിന്തിക്കൽ എന്തിനെ പറ്റിയാ? ആ സൃഷ്ടിയെ പറ്റിയായിരിക്കും. സൃഷ്ടാവിനെ പറ്റി ചിന്തിക്കില്ല, ആ സൃഷ്ടിയെ പറ്റി ചിന്തിക്കും. ഓ, ഇത് ഭയങ്കര അത്ഭുതം കേട്ടോ, ഭൂമി ഭയങ്കര അത്ഭുതമാണ്, ആകാശം ഭയങ്കര അത്ഭുതമാണ്, അതിലുള്ള ഓരോ വസ്തുക്കളും പ്രപഞ്ചം ഭയങ്കര അത്ഭുതമാണ്. അങ്ങനെ ആ സൃഷ്ടിയെ പറ്റിയാണ് അവൻ ചിന്തിക്കുക. അതേസമയത്ത് വിശ്വാസിയോ, അവൻ വേഗം ചിന്ത വരൽ അള്ളാന്റെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളും അതിലുള്ള സകല വസ്തുക്കളും, ഭൂമിയും ആകാശമൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ വലിയ പാഠങ്ങളുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയും. ഞാൻ ഇടത്ത് ദിക്ർ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ കൂടെ ചെല്ലുക. നമുക്ക് അതെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ. ഇനിയിപ്പോൾ വയലിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ ദിക്റെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين. ഈ ഭൂമി വലിയ അത്ഭുതമാണല്ലോ. ഈ ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളും വലിയ അത്ഭുതങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ചെടി എടുക്കുക, ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തിൽ വ്യത്യസ്തങ്ങളായ ചെടികൾ നമുക്ക് കാണാം. ഈ ചെടികളൊക്കെ അതിനെപ്പറ്റി ചിന്തിച്ചാൽ വലിയ അത്ഭുതമാണ്. ഒരു പൂന്തോട്ടത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ, വ്യത്യസ്ത നിറത്തിലുള്ള ചെടികൾ, വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും, ചിലതിൻ്റെ സുഗന്ധങ്ങളൊക്കെ വ്യത്യസ്തമാണ്. എങ്ങനെ വന്ന്? എന്നാൽ ഇതിന് കൊടുക്കുന്നതൊക്കെ ഒരു വെള്ളം മാത്രമാണ്. യുസ്ഖാ ബിമാഇൻ വാഹിദ് നുഫദ്ദിലു ബഅദുഹാ അലാ ബഅദ്. ഒറ്റ വെള്ളമാണ്. ഇതിന് കൊടുക്കണമൊക്കെ വെള്ളം ഒന്നാണ്, പക്ഷെ നിറങ്ങൾ വ്യത്യാസം, രുചികൾ വ്യത്യാസം, ആകൃതികൾ വ്യത്യാസം. അത്ഭുതമല്ലേ? എങ്ങനെ ഇത് സംവിധാനിച്ചു? നമ്മളെങ്കിലും അതിൻ്റെ പിന്നിൽ ചെയ്തോ?
അള്ളാഹു അല്ലേ അതിൻ്റെ പിന്നിലുള്ളത്. ഇനി പഴങ്ങളെടുത്താലോ, നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ ഒന്നാണ്. ചിലപ്പം വേസ്റ്റ് വെള്ളമായിരിക്കും നമ്മുടെ പഴങ്ങൾ കായ്ക്കുന്ന വൃക്ഷത്തിൽ നമ്മൾ ഒഴിക്കുന്നത്. പക്ഷേ പല ടേസ്റ്റിലുള്ള പഴങ്ങൾ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വ്യത്യസ്ത രുചികളിലുള്ള പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഒഴിക്കുന്നതൊക്കെ ഒരു വെള്ളം. അത്ഭുതമല്ലേ? ഈ പഴങ്ങളുടെ പിന്നിൽ ചിന്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അന്നാസ് സ്വബബ്നൽ മാഅ സ്വബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقلبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا والله أنبتكم نباتا. അല്ലാഹു ആണ് അതിൻ്റെ പിന്നിലൊക്കെ. അത് കാണുമ്പോഴും ചിന്തിക്കേണ്ടതാരാ? അല്ലാഹുവിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഇനി അതിൽ ഒഴിക്കുന്ന വെള്ളം, ആ വെള്ളത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, കുടിക്കുന്ന വെള്ളത്തെപ്പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദിക്കുക. വെള്ളം ഇങ്ങനെ നമ്മളിപ്പോൾ നല്ല ദാഹമുള്ള സമയത്ത് വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അപ്പം തന്നെ വലിയ ദുആയാണ്, ശുക്രിനുള്ള ദുആ. അൽഹംദുലില്ലാഹില്ലദീ സഖാനി അദ്ബൻ ഫുറാതൻ ബിറഹ്മതിനാ ബിറഹ്മതിഹിൽ വലം യജഅൽഹു മിൽഅൻ ഉജാജം ബിദുനൂബിനാ. സ്വച്ഛന്തമായ ഈ വെള്ളം, ആ ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ ലോകം മുഴുവനും കൂടിയിരുന്ന് ആലോചിച്ചു. അമേരിക്കയും ലണ്ടനും എല്ലാ രാഷ്ട്രങ്ങളും കൂടിയിരുന്ന് ആലോചിച്ച് നമുക്കൊരു തുള്ളി വെള്ളം ഉണ്ടാക്കണം. കഴിയോ? ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയോ? ഇന്നേവരെ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുകയില്ല. ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കണം. വെള്ളത്തെ പറ്റി വേണം പഠിക്കാം. H2O, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടിയാൽ വെള്ളമുണ്ടാകും. പഠിക്കാം, പരീക്ഷ എഴുതാം, വിജയിക്കാം, ഡോക്ടറേറ്റ് നേടാം. പക്ഷേ മനുഷ്യനിക്ക് ഒരു തുള്ളി വെള്ളമുണ്ടാക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നത്, നിങ്ങളുടെ നാക്കാലികൾ കുടിക്കുന്നത്, നിങ്ങളുടെ സസ്യലതാദികൾക്ക് വേണ്ടി ഒഴിക്കുന്ന വെള്ളം, ആ വെള്ളത്തെ പറ്റി എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? ഇനി വൃക്ഷങ്ങൾ, തെങ്ങൊക്കെ കണ്ടില്ല നിങ്ങൾ? ഈ തെങ്ങിൻ്റെ മുകളിൽ പോയാൽ നല്ല ഇളനീര് കിട്ടും. ആ ഇളനീരിൻ്റെ ഉള്ളിൽ നല്ല വെള്ളം, ശുദ്ധമായ വെള്ളം, നല്ല ആരോഗ്യം, ശരീരത്തിന് ആരോഗ്യം തരുന്ന വെള്ളം. ഈ വെള്ളം എങ്ങനെ സംവിധാനിച്ചു? ആരാ പൈപ്പ് വെച്ച് അതിനെ മുകളിലേക്ക് അടിച്ചത്? അവിടെ എങ്ങനെയാണത് സംവിധാനിച്ചത്? അത്ഭുതമല്ലേ? وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً مِمَّا نُسْقِيكُم مِّمَّا فِي بُطُونِهَا مِن بَيْنِ دَمٍ وَفَرْثٍ لَبَنًا سَائِغًا لِلشَّارِبِينَ أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين وإن لكم നിങ്ങൾക്കുണ്ട് ഫിൽ അൻആമി നിങ്ങളുടെ മൃഗങ്ങളിൽ ലഇബറത്തൻ ചിന്തിക്കാൻ വലിയ പാഠങ്ങളുണ്ട്. ഒന്ന് മാത്രം നോക്കൂ, നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ, അതിൻ്റെ വയറ്റിൽ നിന്ന് വരുന്ന ഒരു പാനീയം, അത് നിങ്ങളെ കുടിപ്പിക്കപ്പെടുന്നു. പാല്, പശുവിൻ്റെ പാല്, ആടിൻ്റെ പാല്. അത്ഭുതമല്ലേ? അതെവിടുന്നാ വരുന്നത്? മിൻ ബൈനി ദമിൻ വഫർസിൻ, കാഷ്ടത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്നാണ് പാലുൽപാദിപ്പിക്കുന്നത്. എന്നാൽ ഇനിയിപ്പോൾ നാളെ മുതൽ ഞാൻ കുടിക്കണില്ല എന്ന് ആരെങ്കിലും പറയോ? എല്ലാവരും പറയും പാല് കുടിക്കണം എന്നാണ്, പോഷകാഹാരമാണ് എന്നേ പറയുകയുള്ളൂ. ആരാണ് ഇത് സംവിധാനിച്ചവൻ? നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ മിൻ ബൈനി ദമിൻ വഫർസിൻ ലബനൻ സായിഗൻ ലിശ്ശാരിബീൻ. അല്ലാഹുവാണ് അതിൻ്റെ പിന്നിൽ. നാക്കാലികളെ കുറിച്ച് ചിന്തിച്ചാൽ, ജീവജാലങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ, തേനീയച്ചയെ പറ്റി ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഔഹാ ഇലൻ നഖൽ,
തേനീച്ച ഭയങ്കര അത്ഭുതമല്ലേ? എൻജിനീയറിംഗ് ലോകത്തെ അത്ഭുതമാണ് തേനീച്ച. അതിൻ്റെ അറകളൊക്കെ എൻജിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് അടക്കി വെക്കുന്ന രൂപം ഒരു തുള്ളി പുറത്തു പോവാതെ സംവിധാനിച്ച ആ സംവിധാനം. ഏത് എൻജിനീയറിംഗ് കോളേജിലാണ് തേനീച്ച പോയി പഠിച്ചത്? ആരെ അതിനൊക്കെ ഇങ്ങനൊരു സംവിധാനത്തിനുള്ള വഹി അറിയിച്ചത്? വഔഹാ ഇലൻ നഹൽ, സന്ദേശം കൊടുത്തവൻ അല്ലാഹ്. 100 പൂക്കൾ അരികിലേക്ക് ചെല്ലണം. ഒരു തുള്ളി തേൻ കിട്ടണമെങ്കിൽ 100 പൂക്കളുടെ അരികിലേക്ക് ചെല്ലണം. എന്നിട്ടാണത് തേൻ ശേഖരിക്കുന്നത്. എന്നിട്ടത് വളരെ വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്നു. ആരിത് പഠിപ്പിച്ചു കൊടുത്തു? അല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഓരോ ജീവജാലങ്ങളും വലിയ അത്ഭുതങ്ങൾ. ഇനി പക്ഷികൾ. ഇന്നലെ നിങ്ങൾ ഒരു വാർത്ത കേട്ടോന്നറിയില്ല. നമ്മുടെ തിരൂർ ഭാഗത്ത് നിന്ന് പ്രാവിനെ, ബോംബെയിൽ നിന്ന് പ്രാവിനെ, എന്നിട്ട് അതെന്ത് ചെയ്തു? കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചേർന്നു. 9 പ്രാവിനെ അയച്ചിട്ട് 3 എണ്ണം എത്തിയിട്ടുണ്ട്. മൂപ്പർ പറയുന്നത് എല്ലാം എത്തിച്ചേരുമെന്നാണ്. എന്ത് GPS അത് ഉപയോഗിച്ചത്? ഒരു സംവിധാനം ഇല്ലല്ലോ. അതെങ്ങനെ എത്ര കൃത്യമായിട്ട് ഈ പക്ഷികൾ? ഇപ്പം അടുത്തൊരു പഠനം നടത്തിയിട്ട് ചില പക്ഷികളെ നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് കണ്ടെത്തി. 6 മാസം തുടർച്ചയായി പറക്കുന്ന, 6 മാസം തുടരെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷി, നിൽക്കാതെ പറക്കാം. അതിൻ്റെ എല്ലാം ആ പറത്തിൽ തന്നെയാണ് അതിൻ്റെ ഭക്ഷണവും അതിൻ്റെ തീറ്റയും അതിൻ്റെ എല്ലാം ആ നിൽക്കാതെ പറന്നുകൊണ്ടിരിക്കുക. 6 മാസം തുടരെ പറക്കണ വിമാനം കണ്ടുപിടിച്ചിരിക്കണ ഇന്ന് വരെ എത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടെന്താ? ഇല്ല, അത് കത്തിപ്പോവും. അത്രയൊന്നും തുടരെ പറക്കാൻ കഴിയില്ല. ഞാൻ 6 മാസമല്ല, ഒരുപാട് രാഷ്ട്രങ്ങളിൽ സഞ്ചരിച്ച് 70,000 കിലോമീറ്റർ സഞ്ചരിച്ച് തിരിച്ച് തൻ്റെ രാഷ്ട്രത്തിലെത്തുന്ന പക്ഷികളെ കണ്ടെത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ദേശാടന പക്ഷികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ, പക്ഷെ അവർ ഇവിടത്തുകാരല്ല. ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ട് ഒരു വഴിയും തെറ്റാതെ അവരവരുടെ കൃത്യസഞ്ചാര സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. ആരവർക്ക് ഇതൊക്കെ ഇവരൊക്കെ അറിയിച്ചു കൊടുത്തത്? അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിളിന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു തആലയല്ലാതെ അതിനൊന്നും, അതിൻ്റെ പിന്നിലൊക്കെ ചിന്തിക്കുമ്പോൾ, അപ്പോൾ അൽ മുഅ്മിനു ഹായിറുൻ ഫില്ലാ, ഒരു വിശ്വാസി എപ്പോഴും ചിന്തിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴും അള്ളാഹുവിനെയാണ് ചിന്തിക്കുന്നത്. അതുപോലെ മത്സ്യങ്ങളുണ്ട്. 70,000 കിലോമീറ്റർ ഓരോ ദിവസവും സഞ്ചരിക്കുന്ന, അത് ചുറ്റി സഞ്ചരിച്ച് പല സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് തിരിച്ചെത്തുന്ന മത്സ്യങ്ങൾ. 30 ആനയുടെ ഭാരമുള്ള വലിയ വലിയ തിമംഗലങ്ങൾ, അതൊക്കെ സമുദ്രത്തിലുണ്ട്, സമുദ്രത്തിൻ്റെ ആഴിയിലുണ്ട്. മത്സ്യങ്ങളെപ്പറ്റി പഠിച്ചാൽ വലിയ അത്ഭുതമാണ്. അപ്പം അതൊക്കെ പഠിക്കുമ്പോഴും ഒരു വിശ്വാസിക്ക് എന്തേലും വീണ്ടും അള്ളാഹുവിലേക്ക് അവൻ്റെ ചിന്ത ഇങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. ഓരോ വസ്തുക്കളും. ഇനി ഭൂമി വേണ്ട, ഇനി ഭൂമി നാട് വിട്ടുനോക്കിയും പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കും. നഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. ഈ ഭൂമി, ഇതിലെ പ്രപഞ്ചം വേണ്ട. ഈ സൂര്യന് മാത്രം നോക്കിയാൽ മതി. സൂര്യൻ ഭയങ്കര അത്ഭുതമല്ലേ? ഈ ഭൂമിൻ്റെ വലിപ്പം തന്നെ നമുക്കറിയില്ല എത്ര ഉണ്ടെന്ന്. അറിയോ? ഇല്ല. ഈ ഭൂമിന് എത്ര ഇരട്ടി വലിപ്പമുണ്ടെന്ന് അറിയോ സൂര്യന്? ശാസ്ത്രം പറയുന്നത് 13 ലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് എന്ന സൂര്യൻ. ഭൂമിയേക്കാളും 100 ഇരട്ടി വലിപ്പമല്ല, 1000 അല്ല, 10,000 അല്ല, 1,00,000 ഭൂമി ഉണ്ടായാലും എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കി. 13 ലക്ഷം ഇരട്ടി വലിപ്പം ഭൂമി. അതായത് 13 ലക്ഷം ഇരട്ടി ഭൂമിയെ സൂര്യൻ്റെ ഉള്ളിൽ കൊണ്ടുവെക്കാം. അപ്പം അതിൻ്റെ വലുപ്പത്തെയാണ് സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ആ സൂര്യൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരൽപ്പം താഴോട്ട് വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വേണ്ട, ആ സൂര്യൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം മേലോട്ട് പോയാലോ? ജീവിക്കാൻ കഴിയില്ല. മേലോട്ട് പോയാൽ തണുത്ത് ജീവിക്കാൻ കഴിയില്ല. താഴോട്ട് വന്നാൽ ചൂട് കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ഞാൻ അത് വല്ല കൽക്കരിയോ വല്ല സാധനങ്ങളോ ഉപയോഗിച്ചാണ് കത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നോ കെട്ടുപോയിട്ടുണ്ടാവും. സൂര്യനെ പറ്റി പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് വശംസു തജ്രീ ലി മുസ്തഖറിൻ ലഹാ
ذلك تقدير العزيز العليم أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. ഒരു സൂര്യൻ എത്ര വലിയ അത്ഭുതമാണെങ്കിൽ ഇനി നിങ്ങൾ ആലോചിക്കൂ, ഈ സൂര്യനേക്കാളും വലിയ നക്ഷത്രങ്ങളുണ്ട്. അതിൻ്റെ അകലം കൂടിയത് കൊണ്ട് നമ്മൾ ചെറുതായി കാണാണ്, ചിലത് നമുക്ക് കാണാനും കഴിയില്ല. ഈ സൂര്യനേക്കാളും ലക്ഷക്കണക്കിന് ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. അങ്ങനത്തെ കോടാനുകോടി നക്ഷത്രങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഇന്നത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്തിയത്. ഞാൻ എൻ്റെ അപ്പുറത്തോ എന്നാ കണ്ടെത്തിയിട്ട് അത് എത്രയേ പ്രപഞ്ചമുള്ളൂ എന്നാരെങ്കിലും കണ്ടെത്തിയോ? ഇല്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എത്ര കോടാനകോടി നക്ഷത്രങ്ങൾ. ഓരോ നക്ഷത്രങ്ങളും സൂര്യനേക്കാളും ലക്ഷോപലക്ഷം ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ. സുബ്ഹാനല്ലാഹ്. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. അപ്പം അതിനെപ്പറ്റിയൊക്കെ പഠിച്ചാൽ സുബ്ഹാനക. അതിനെപ്പറ്റി അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റാൽ വാനലോകത്തേക്ക് നോക്കും. എന്നിട്ട് ഈ ആയത്തോകും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. എല്ലാവർക്കും ഇത് പാടാവോ? ഇല്ല. ഇതിനെ ചിന്തിക്കാൻ എല്ലാവർക്കും ഭാഗ്യം കിട്ടുമോ? ഇല്ല. ആർക്കേ കിട്ടുള്ളൂ? അല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. എപ്പോഴൊക്കെ? ഖിയാമം, നൃത്തത്തിലും. എപ്പോഴും ചിന്ത അല്ലാഹ്, ഇരുത്തത്തിലും. വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിക്കും. എന്നിട്ട് അവർ പറയും റബ്ബനാ മാ ഹാദാ ഖലഖ്ത ഹാദാ ബാതില, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ. സുബ്ഹാനക്, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. വഖിനാ അദാബന്നാർ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കേണമേ. നീ ഇതൊക്കെ സൃഷ്ടിച്ച നീ നരകവും സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നീ കാക്കേണമേ. അവർ ചിന്തിക്കല്ലൽ മുഅ്മിനു ഹായിറും ഫില്ലാ, അല്ലാഹുവിലേക്കാണ്. ഈ ആയത്തോതിയിട്ട് ചിന്തിക്കാത്തവർക്കാണ് നാശം എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുൽ ലിമൻ ഖറഅ ഹാദിഹിൽ ആയത വലം യതഫക്കർ ഫീഹാ, ഈ ആയത്തോതുകയും അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാത്തവും ചെയ്യാത്തവർക്കാണ് നാശം. ചിന്തിച്ച് മനസ്സിലാക്കുന്ന വിശ്വാസികൾക്ക് അതിലുണ്ട് ഒരുപാട് പാഠങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. അപ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും വലിയ അത്ഭുതമാണ്. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, ആയാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടെന്നതിന് തെളിവുകളാണ് ആയത്തുകളൊക്കെ. എല്ലാം ആയത്താണ്. അത് പ്രപഞ്ചത്തിൽ ധാരാളം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. ഉഫിയം ഫുസിഹിം, നിങ്ങളുടെ ശരീരത്തിലും അള്ളാഹു ഉണ്ടെന്നതിന് തെളിവുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്കൊന്നും പോവണ്ട, നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞോളൂ. ഉഫിയം ഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അള്ളാഹുവാണ് സത്യം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ ധാരാളം തെളിവുകൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി അവൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അവൻ റബ്ബിനെ അറിയും. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. നമ്മളെ ഭയങ്കര അത്ഭുതമല്ലേ? ഈ ഭൂമിയെ 2 തവണ ചുറ്റാനുള്ള ഞരമ്പുകളുണ്ട് നമ്മുടെ ശരീരത്തിരുന്ന്. ഇത് ഖുർആനല്ലേ, ശാസ്ത്രം പറയാം. ശാസ്ത്രം പറഞ്ഞിട്ടെങ്കിലും നമ്മൾ വിശ്വസിച്ചൂടെ? ഖുർആൻ പറയുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ.
ഈ ഭൂമിയെ 2 വട്ടം ചുറ്റാനുള്ള ഞരമ്പുകൾ. അത് നിങ്ങൾ വിടലാണ് പറയണത്. അതിനാ നമ്മൾ പറഞ്ഞാലേ വിടലാവുള്ളൂ. ഭയങ്കര അത്ഭുതമല്ലേ? ഇതൊക്കെ വളരെ സംവിധാനിച്ചു വെച്ചവനാരാണ്? ഇതൊക്കെ എന്താ സംവിധാനിച്ചു വെച്ചത്? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്തു അതിന് വേണ്ടി. ഓരോ സംഗതിയും, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ സംഗതിയും അത്ഭുതമല്ലേ? നമ്മുടെ ഹാർട്ട് അത് എന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാ? ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാ. ഇപ്പോഴും അത് നിൽക്കാതെ വർക്ക് ചെയ്യുകയാണ്. ഒരു ദിവസം 7570 ചില്ലാനം ലിറ്റർ രക്തം അത് പമ്പ് ചെയ്യുന്നുണ്ട്. അത്ഭുതമാണ്. ഹാർട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഇന്നേ വരെ നിലത്തിയിട്ടുണ്ടോ? ഇതൊരു മോട്ടറാണ്. ആ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ വീട്ടിലൊക്കെ മോട്ടറില്ലേ? ആ മോട്ടർ എന്ന് വാങ്ങിച്ചതാ നിങ്ങൾ? ഇപ്പം അടുത്തെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും കേട് വന്നിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കേട് വരും, നന്നാക്കും. ഏറ്റവും മുന്തിയ മോട്ടർ വന്നാലും കുറെ കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആകും. ഈ ജപ്പാൻ നിർമ്മിച്ചൊരു മോട്ടർ കൊടുന്ന് നിൽക്കുക, നമ്മൾ കിണറ്റിൽ വെച്ചു. നിങ്ങൾ അതെന്ത് ചെയ്യുക? ഓണാക്കുക. കൊടുന്ന് അന്ന് ഓണാക്കുക. ഒരാഴ്ച നിർത്താതെ ഓണാക്കി വെക്കുകയാണ് നിങ്ങൾ. മോട്ടർ കൊണ്ട് കത്തിപ്പോവും. അത് എത്ര വലിയ സംവിധാനത്തിൽ ഉണ്ടാക്കിയ മോട്ടറായിട്ടും കാര്യമില്ല. അത് വെള്ളം നിറഞ്ഞമ്മ നിർത്തും. പക്ഷെ അത് തുടർന്ന് ഇട്ടുപോയാൽ ഒരാഴ്ച നിലനിൽക്കൂല. എങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്ന ഈ രക്തത്തെ പമ്പ് ചെയ്യുന്ന ഈ ഹാർട്ട്, ആ മോട്ടർ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ചലിച്ചു കൊണ്ടിരിക്കുന്ന ആ വസ്തു, ആ മോട്ടോർ ഇപ്പോഴും നിലക്കാതെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഇതിനെ ചലിപ്പിക്കുന്നവൻ? ആരാണ് ഇത്ര ഭംഗിയായി അതിനെ നിലനിർത്തുന്നവൻ? ആരാണ്? അല്ലയെ മാത്രം കൊള്ളടോ, ബാക്കി എല്ലതും റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലേ ഇതൊക്കെ ഇതിൻ്റെ സംവിധാനമൊക്കെ നടത്തുന്നത്? നമ്മൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇനി അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സാധനമുണ്ട്, കിഡ്നി എന്ന് പറയും. അതിൻ്റെ ജോലി എന്താ? നമ്മളെ രക്തത്തെ ശുദ്ധീകരിക്കുക. ഒരു ദിവസം 190 ലിറ്റർ രക്തം ശുദ്ധീകരിക്കുകയാണ് കിഡ്നി എന്ന് പറയുന്ന ഒരു ചെറിയ അവയവം. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ, ഡയാലിസ് സെൻ്ററിലൊക്കെ പോയാൽ, ആ ഡയാലിസ് ചെയ്യുന്ന മെഷീൻ ശ്രദ്ധിച്ചാൽ മതി. ഇത്ര വലുപ്പമുണ്ടാവും. ഈ പണി എടുക്കുന്നത് ചെറിയൊരു സാധനം. എന്നിട്ട് ഇത്ര വലുപ്പമുണ്ടായിട്ട് എന്താ കാര്യം? ഇതിൻ്റെ പേര് ആകണുണ്ടോ? എത്ര കാലമായി ഇത് ശുദ്ധീകരിക്കാൻ തുടങ്ങിയിട്ട്? പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ അതിന് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ആലോചിക്കൽ. അള്ളാഹു കാക്കട്ടെ. എത്രയോ ആളുകൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് ആഴ്ചയിൽ 3 പ്രാവശ്യം, ഉസ്താദാണ്, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കഴിഞ്ഞില്ലേ? മനുഷ്യൻ്റെ കഥ കഴിഞ്ഞില്ലേ? അതിന് വല്ലത് കംപ്ലൈൻറ്റും വന്നാൽ. അങ്ങനെ ഒരുപാട് കിഡ്നി രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പലപ്പോഴും നമുക്കൊക്കെ അള്ളാഹിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. പലപ്പോഴും നന്ദിയില്ലാത്തത് കാരണത്താലും നമുക്ക് പല പരീക്ഷണങ്ങളും വരും. നന്ദിയില്ലാതെ പോയാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നന്ദി ചെയ്താൽ കൂട്ടിത്തരുമെന്ന് അള്ളാഹ് പറഞ്ഞല്ലേ? ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എൻ്റെ ശിക്ഷ വളരെ കഠിനം. നന്ദി ചെയ്താൽ ഞാൻ കൂട്ടിത്തരുമെന്ന് അള്ളാഹ് പറഞ്ഞു. ഈ ഉപകരണം, ഈ ചെറിയ ഉപകരണം എത്ര കാലമായി നിലക്കാതെ രക്തം ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ എത്ര കോടികൾ കൊടുക്കണം? അങ്ങനെ എന്തെല്ലാം. നമ്മളെ കണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അത്ഭുതമല്ലേ കണ്ണ്? കണ്ണിൻ്റെ ഒരു സമയത്തെ ഒരു കാഴ്ച ഒരു അനുഗ്രഹമാണ്. തൊട്ടടുത്ത നിമിഷത്തെ കാഴ്ച മറ്റൊരു അത്ഭുതമാണ്. 50,000-ത്തിലധികം വ്യത്യസ്ത കാഴ്ചകൾ കാണാനുള്ള ഒരു അനുഗ്രഹം നമ്മുടെ കണ്ണിനുണ്ട്.
പല നിറങ്ങളും പല വിവിധങ്ങളായ നിറങ്ങളെ കണ്ടുപിടിക്കാനുള്ള ഭയങ്കര അത്ഭുതമാണ് കണ്ണ്. ആ കണ്ണിന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശുക്ർ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളൊക്കെ ചിലപ്പം നമ്മളെ ഇബാദത്തുകളൊക്കെ കുറച്ച് ഓവറായെന്നൊക്കെ ചിലപ്പോൾ തോന്നും. റമദാനൊക്കെ വരുമ്പോഴേ ഞാനിപ്പോൾ എത്ര തറാവിയ നിസ്കരിച്ചത്, അതിൻ്റെ കൂലിയൊക്കെ പാടപ്പോൾ അത് തരികയാണെങ്കിൽ എത്ര പോരെ ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം തന്നെ ഞാൻ എത്ര തഹജ്ജുദാ നിസ്കരിച്ചത്, എത്ര നോമ്പാ നോറ്റത്, എത്ര ആളുകൾക്കാണ് ഞാൻ ഭക്ഷണം കൊടുത്തത്. ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടി വെക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല. കണക്ക് കൂട്ടി വെക്കാൻ നമുക്ക് എന്താ ഉള്ളത്? അള്ളാഹു ചെയ്ത ഒരു ചെറിയ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ നമ്മളിഞ്ഞ് ഖിയാമത്ത് നാൾ വരെ സുജൂദ് കിടന്നാലും ആവോ? അതിന് ആവോ? ഇല്ല, ആവൂല. അപ്പം അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവർ ചെയ്യുന്ന അമലൊന്നും കണക്ക് വെക്കൂല. അവർ അമലിനെ കാണേയില്ല. ഞാൻ ഇത്ര ചെയ്തു, ഞാൻ അങ്ങനായി തോന്നൂല. അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന അമൽ ഒന്ന് അള്ളാഹു കബൂൽ ചെയ്യുന്നുണ്ടോ, അള്ളാഹു ആയാലും എങ്ങനെ നമ്മൾ കണക്ക് വെക്കുക? അതിന് മാത്രം അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കല്ലേ. പക്ഷെ നമ്മൾ അതിലേക്കല്ല ചിന്ത പലപ്പോഴും പോലെ. എവിടേക്കാ ചിന്ത പോലെ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ അതിലേക്കാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിനേക്കാളും കോടികൾ നമുക്ക് ഓരോ നിമിഷം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹ് തന്നുകൊണ്ടിരിക്കുക. കോടികളായ പൈസ തന്നെ ആയിക്കോട്ടെ, തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മാത്രം അനുഗ്രഹങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ മലകളാകുന്ന വലിയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ ചിന്ത പോവില്ല. പിന്നെ പോവലെപ്പോഴാണ് ഒരു കടുകുമണിയോളുള്ള എന്തെങ്കിലും വിഷമം. ഇന്നാൾ ഞാൻ ആ 4 പവൻ 2 മാസം മുമ്പ് കൊടുക്കേണ്ടിയില്ലായിരുന്നു, അന്ന് കുറച്ച് പൈസ ഉള്ളായിരുന്നു, ഇന്നിപ്പോൾ കുറേ കൂടിപ്പോയി, ഇന്ന് കൊടുക്കായിരുന്നു. അതാണ് ചിന്തിക്കണത്. ഭയങ്കര നഷ്ടം വന്നല്ലോ. അല്ലെങ്കിൽ ഒരു 5 സെൻറ്റ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയൊരു മുറിവുണ്ടാവും. ഇങ്ങനെ ചെറിയ ഒരു കടുകുമണിയിലേക്ക് ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കും. അതേ സമയത്ത് നമുക്ക് റാഹത്തായി സന്തോഷത്തോടുകൂടെ ജീവിക്കാം അള്ളാൻ്റെ അനുഗ്രഹം ആലോചിക്കണമെങ്കിൽ. കാരണം കോടികൾ കിട്ടുകയാണ് ഓരോ സമയത്തും. ബനൂ ഇസ്രായേൽ ജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സഹാബത്തിനക്ക്. ബനൂ ഇസ്രായേൽ ജീവിച്ച ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, എനിക്ക് ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഇബാദത്ത് ചെയ്യണം, ആളുകൾ ആരും ഉണ്ടാവാൻ പാടില്ല, സ്വസ്ഥമായിട്ട് ഇബാദത്ത് ചെയ്യാൻ എനിക്കൊരു സ്ഥലം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ കടപ്പുറത്ത് പോയപ്പോൾ ഒരു പലക വന്നു, അതിൽ കയറിയിരുന്നു. അദ്ദേഹം അങ്ങനെ പോയി സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഈ ഫാൻ നിങ്ങൾക്ക് കാറ്റിട്ടുമോ? ഈ ഫാന് നിങ്ങൾക്ക് കാറ്റിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ നേരൊക്കെ ആക്കിയാലും ഉഷാറ് ഉപകാരമായിരുന്നു. നേരൊക്കെ നിൽക്കുവോ? അപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ആ മനുഷ്യൻ ഒരു പലകയിൽ കയറി യാത്ര തിരിച്ചു. അങ്ങനെ ഒരു ദ്വീപിലെത്തിപ്പെട്ടു. ആ ദ്വീപിലെത്തിപ്പെട്ട സമയത്ത് ആ മനുഷ്യൻ അവിടെ ഇബാദത്ത് ചെയ്തു. ഒറ്റക്കാണ് ആ മനുഷ്യൻ അവിടെ ഉള്ളത്. ആ ദ്വീപിൽ ഒറ്റ മനുഷ്യൻ അവിടെ ഇബാദത്ത് ചെയ്തിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന് നല്ല സ്വച്ഛന്തമായ വെള്ളം കുടിക്കാൻ കിട്ടി, നല്ല പഴങ്ങളൊക്കെ അവിടെ എങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം സുജൂദിൽ കിടന്ന് മരണപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, എന്നെ നീ സുജൂദിലായി മരിപ്പിക്കണമേ എന്ന് ദുആ ചെയ്തു. അങ്ങനെ ആ മനുഷ്യൻ സുജൂദിലായി കിടന്നു മരണപ്പെട്ടു. എന്നിട്ട് സുജൂദിലായിട്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ എന്നെ നിലനിർത്തുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്തിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ സുജൂദിൽ കിടന്ന് മരിച്ചു. ഇപ്പോഴും ആ മനുഷ്യൻ സുജൂദിലായി ഭൂമിയിൽ എവിടെയോ കിടക്കുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഒന്ന്. നമ്മൾ കാണാത്ത എത്രയോ സ്ഥലങ്ങൾ ഭൂമിയിലില്ലേ? അപ്പം സുജൂദിലായിട്ട് ഇങ്ങനെ കിടക്കണം മനുഷ്യൻ. 500 വർഷക്കാലാണ് ഇബാദത്ത് ചെയ്തത്. വിഷയം അതല്ല. അദ്ദേഹം നാളെ പരലോകത്തെത്തുമ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് പറയും, എൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ പോയിക്കോളൂ എന്ന് പറയുന്ന സമയത്ത് ആ മനുഷ്യൻ പറയാണ്, പടച്ചോനെ, എൻ്റെ ഇബാദത്തില്ലേ, ഞാൻ കുറേ ഇബാദത്ത് ചെയ്ത് 500 വർഷക്കാലത്തെ ഇബാദത്തില്ലേ, അത് വെച്ചുകൊണ്ട് സ്വർഗത്തിൽ കയറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു മലക്കുകളോട് പറയും, അങ്ങനെയാണെങ്കിൽ ചെയ്തു വെക്കാം, പക്ഷേ നമുക്കൊന്ന് ഞാൻ ചെയ്ത അനുഗ്രഹവും നീ ചെയ്ത ഇബാദത്തും തമ്മിൽ ഒന്ന് തുലനം ചെയ്യണം.
അപ്പോൾ ആ മനുഷ്യനിക്ക് അള്ളാഹു നല്ല പഴങ്ങൾ കൊടുത്തിരിക്കുന്നു, നല്ല വെള്ളം കൊടുത്തിരുന്നു, അതൊന്നും നോക്കിയിട്ടില്ല. ഈ 2 കണ്ണ് മാത്രം വെച്ച് തൂക്കി നോക്കി. അപ്പോൾ ആ മനുഷ്യൻ്റെ 500 കൊല്ലത്തെ ഇബാദത്തും ഈ 2 കണ്ണിനിക്ക് എരുത്തേക്ക് പോകും എത്തുന്നില്ല. ഈ 2 കണ്ണിൻ്റെ അനുഗ്രഹം പോലും, അതിൻ്റെ അടുത്തേക്ക് പോലും 500 കൊല്ലത്തെ ഇബാദത്തിൽ. എങ്ങനത്തെ ഇബാദത്താ? ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത്, മരുഭൂമിയിൽ ഒറ്റക്ക്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല, അപ്പം അങ്ങനെ നോക്കുമ്പോൾ, കണക്ക് നോക്കുമ്പോൾ അവനെ നരകത്തേക്കാണ്. അപ്പോൾ അള്ളാഹുവിനോട് അവൻ കേണപേക്ഷിച്ച് പറയും, പടച്ചോനെ, എന്നെ നിൻ്റെ ഔദാര്യം കൊണ്ട്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗത്തിലാക്കി. അങ്ങനെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് കടക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ ഇബാദത്തിൻ്റെ വലിപ്പം നമ്മൾ നോക്കണ്ട. ഇബാദത്തിൻ്റെ വലിപ്പം നോക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. നമ്മൾ ചെയ്യുക, അള്ളാഹുവിനോട് കബൂൽ ചെയ്യാൻ പേടുക. പിന്നെ കൂടുതൽ പ്രതീക്ഷ എന്തിനാണ് വേണ്ടത്? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അപ്പം ഈ കണ്ണ് മഹാ അനുഗ്രഹമാണ്. അങ്ങനെ ഓരോന്നും, എത്രയെല്ലാം വാസനകൾ അനുഭവിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മൂക്കിന് കിട്ടി. 10,000-ത്തിലധികം രുചികൾ ആസ്വദിക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു നാവിന് കൊടുത്തു. ആ നാവിനെ തന്നെ ഒരു വിദ്യയിലാക്കിയ അല്ലാഹു. നോക്കൂ, ചുറ്റുഭാഗം ശക്തിയുള്ള പല്ലുകളാണ്. നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും ആ നാവ് കൊണ്ട് എന്തേയില്ല, കടിക്കുന്നില്ലല്ലോ. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നാവ് കൂട്ടി കടിക്കണത് എന്തിനാ? ആലോചിക്കാൻ വേണ്ടിയാണ്. ഇത്രയും കാലം അള്ളാഹു അതിനെ സംരക്ഷിച്ച് നിർത്തുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ വേണ്ടിയാണ്. അത് കടിക്കാതെ അവിടെ നിലനിർത്തുന്നു. പിന്നെയോ അല്ലാഹു അല്ലദീ യുത്ഇമുനി വയസ്ഖീൻ. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഭക്ഷിപ്പിക്കുന്നവൻ. ഭക്ഷണം നൽകുന്നവൻ മാത്രമല്ല, ഭക്ഷിപ്പിക്കുന്നവൻ. ഭക്ഷിപ്പിക്കുക എന്നൊരു സംഗതി ഉണ്ടല്ലോ. ഭക്ഷണം ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ആവശ്യമുള്ളതൊക്കെ മനുഷ്യനക്ക് ആഗ്രഹിച്ച് രക്തത്തിലേക്ക് വേറെ, വെള്ളത്തിലേക്ക് വേറെ, വേസ്റ്റിലേക്ക് വേറെ, ഇതൊക്കെ ചെയ്യുന്ന പ്രക്രിയ എന്തൊരത്ഭുതം! ധാരാ ചെയ്യുന്നവൻ അല്ലാഹ്. ഇനി അതൊക്കെ അതിൽ വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റ് പുറന്തള്ളാണ്. ആ പുറന്തള്ളുന്ന സമയത്ത് അത് കൂടുതൽ പോയാലോ? പോകുന്നത് എന്താ? എ ക്ലാസ് നജസ്സാണ്. പക്ഷെ പോകുന്നത് കൂടുതൽ പോയാലോ? മനുഷ്യൻ തളർന്നു പോയി. ഇനി പോകാതെ കെട്ടി നിന്നാലോ? പോകുന്നില്ല, കെട്ടിക്കിടക്കുകയാണ്. പലരും വയറിന് വരെ ദ്വാരം തുളച്ചുകൊണ്ട് അതിലൂടെ പുറത്തേക്ക് കളയുന്ന രോഗികളിൽ നമ്മൾ ആലോചിക്കണം. കൂടുതൽ പോയാലും ദോഷം. ഇതൊക്കെ വളരെ കൃത്യമായി നിലനിർത്തി തരുകയാണ്. എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആലോചിച്ച് അവനക്ക് മനസ്സറിഞ്ഞ് അൽഹംദുലില്ല പറയേണ്ട നമ്മൾ എപ്പോഴും ടെൻഷനായി ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തില്ല? ഒരു ടെൻഷനും ഇല്ല, ഒരു ഭയവും ഇല്ല. കാരണം അവർ ഇതിൻ്റെ ഗുഡൻസ് മനസ്സിലാക്കി. എന്ത് തന്നെ മലകൾ വന്നാലും, എന്ത് തന്നെ പ്രയാസം, അവർക്ക് ടെൻഷനുമില്ല. ലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. കാരണം അനുഗ്രഹങ്ങൾ ചിന്തിച്ചാൽ പിന്നെ ടെൻഷൻ അടിക്കാനില്ലല്ലോ. അതിന് മാത്രം അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ചിന്തിച്ചാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു വച്ചു. നമ്മുടെ ശരീരത്തിലെ രക്തം, ആ രക്തത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരു തുള്ളി രക്തം ഉണ്ടാക്കാൻ എത്ര ലിറ്റർ ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്? ഈ രക്തം ശുദ്ധീകരിക്കുന്നത് വേറെ. ഇതൊന്നും മനുഷ്യനക്ക് ഉണ്ടാക്കാൻ കഴിയുമോ രക്തം? അങ്ങനെയാണെങ്കിൽ ഏതോ ലബോറട്ടറി ഉണ്ടാക്കട്ടെ. വലിയ പുരോഗതിയിലല്ലേ ലോകമുള്ളത്. ഇനി എന്തെങ്കിലും ഒരു വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ രക്തം കണ്ടുപിടിച്ചിരിക്കുന്നു, ഇനി ആളുകളൊന്നും രക്തം കൊടുക്കേണ്ട ആവശ്യമില്ല, രക്തം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരു തുള്ളി രക്തമുണ്ടാക്കാൻ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയാലും കഴിയില്ല. ആ രക്തത്തിലടങ്ങിയ വെള്ളത്തിന് പോലും കഴിയില്ല, പിന്നല്ലേ ബാക്കിയുള്ളതൊക്കെ. വലിയ അത്ഭുതമാണ് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അത്ഭുതങ്ങൾ
സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നായിമായി നിലനിർത്തി തരുമാറാവട്ടെ. അപ്പോൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വല്ലാത്തതാണ്. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പലപ്പോഴും ചിന്തിക്കുന്നതൊക്കെ വലിയ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ കുഷ്ഠരോഗിയാണ്. അതിന് പുറമെ അന്ധനാണ്, കണ്ണിന് കാഴ്ചയില്ല. അതിന് പുറമെ കൈകാലുകളില്ല, രോഗത്തിലാണ്. ആ മനുഷ്യൻ കിടക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹ്, അള്ളാഹനെ സ്തുതിച്ച് സന്തോഷിക്കുക മനുഷ്യൻ. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിനേക്ക് ഒരു സംശയം തോന്നിയല്ല, എന്താ അപ്പോൾ ഇയാൾ വലിയ സന്തോഷത്തിലാണല്ലോ, അള്ളാഹിനെപ്പോണ് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് അനുഗ്രഹമാണ് ഇപ്പോൾ ഇയാൾ കിട്ടിയത്? കാഴ്ചയിലൊരു അനുഗ്രഹം കാണുന്നില്ല. അപ്പം അദ്ദേഹത്തോടെ തന്നെ ചോദിച്ചു, അല്ല മനുഷ്യ, ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ഭക്ഷണം തന്നെ കഴിച്ചിട്ട് കുറേ ദിവസമായി, പിന്നെ നിങ്ങൾ ശരീരത്തിലാകെ രോഗിയാണ്. ഈ ഭൂമി ലോകത്തിൻ്റെ ഈ സൗന്ദര്യമൊന്ന് അനുഭവിക്കാൻ ആസ്വദിക്കാനുള്ള കണ്ണില്ല നിങ്ങൾക്ക്. ഈ ഭൂമി ലോകത്തിലെ പല ആസ്വാദനങ്ങളെയും നിങ്ങളെ തടയപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ അള്ളാഹുവിനെ ആലോചിച്ചവന് ശുക്ർ ചെയ്യുന്നു. എന്തനുഗ്രഹമാണ് നിങ്ങൾ ഇത്ര വലുതായി കാണുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ച് അള്ളാഹുവിൻ്റെ വരെ കുറ്റവിചാരങ്ങൾ നടത്തുന്ന എനിക്കും നിങ്ങൾക്കും വലിയ പാഠമാണ്. ഹമിദുല്ലാഹ റബ്ബി ഖദ് ഹദാനി ഇസ്ലാമി വദ്ദീനിൽ ഹനീഫി ഫയദ്കുറുഹു ലിസാനി കുല്ല വഖ്തി വയഅരിഫുഹു ഫുആദി ബിൽ ലതീഫി. അദ്ദേഹം പറഞ്ഞ അനുഗ്രഹം അതൊക്കെ നമുക്കുണ്ടല്ലോ. ഹമിദുല്ലാഹ റബ്ബി ഖദ് ഹദാനി, ഒന്നാമത്തതായിട്ട് അവൻ എനിക്ക് ഹിദായത്ത് നൽകി. കോടിക്കണക്കായ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ആ ഹിദായത്തിന് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തല്ലോ അല്ലാ. ഞാൻ അവനക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവനെന്നെ തെരഞ്ഞെടുത്തില്ലേ. അതുകൊണ്ട് ഫയദ്കുറുഹു ലിസാനി കുല്ല വഖ്തി, എൻ്റെ നാവ് കൊണ്ട് എപ്പോഴും അവനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വയഅരിഫുഹു ഫുആദി ബിൽ ലതീഫി, എനിക്കവൻ നാവ് തന്നു, എനിക്കവൻ ഹൃദയം തന്നു. ആ ഹൃദയം കൊണ്ട് അവന് ഞാനെപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ അനുഗ്രഹത്തിന് പുറമെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ എപ്പോഴെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എത്രയോ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടവരല്ലേ, അള്ളാഹുവിനോട് പാപമോചനം നടത്തേണ്ടവരല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. അതിൻ്റെ ഒക്കെ പുറമെ അള്ളാഹുവിൻ്റെ കാരുണ്യം ആലോചിച്ചാൽ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അള്ളാഹിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ടുണ്ട്. അള്ളാഹിനെ പറ്റി, അതായത് ചെറുപ്പം മുതലേ അള്ളാഹിനെ പറ്റി ഒരു ഭീകരനായി ചിലർ പഠിപ്പിച്ചു. അങ്ങനെ ഒരു അള്ളാഹുവിന് എന്തോ ഒരു പേടിപ്പെടുത്തുന്ന വസ്തുവായിട്ട് മനസ്സിൽ കരുതി, എന്നിട്ട് അള്ളാഹിനെ അങ്ങനെ പേടിച്ചു കുത്തിരിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹു അങ്ങനെയാണോ? ഗൾഫിലുള്ള ഒരു പിതാവിനെ സംബന്ധിച്ച് ഉമ്മ സ്നേഹനിധിയായ പിതാവാണ്. ആ പിതാവിനെ പറ്റി മക്കൾ പന കണ്ടിട്ടില്ല, ചെറുപ്പത്തിൽ പോയതാണ്. ആ മക്കളോട് ഉമ്മ പഠിപ്പിക്കുകയാണ് പിതാവിനെ പറ്റി. ബാപ്പ എന്ന് പറഞ്ഞാൽ ആരാന്നറിയ നിങ്ങൾക്ക്? ഓ,
ഞാനൊക്കെ കുറേ കാലം സഹിച്ചതാണ്. മൂപ്പരെ അടിയിലൊന്നും നിൽക്കാൻ കഴിയില്ല. ഭയങ്കര ദേഷ്യത്തിൻ്റെ ആളാണ്. മൂപ്പരത്തൊക്കെ നിന്നാണ്ടല്ല അടി കിട്ടിയിട്ട് നിങ്ങളൊക്കെ ചത്തുപോകും. മൂപ്പര് ഭയങ്കര സംഭവം. ഞാൻ മൂപ്പര് നാട്ടിൽ കയറ്റി വരികയാണെങ്കിൽ അടുത്തൊന്നും കളിക്കാൻ നിൽക്കരുത് കേട്ടാ. മൂപ്പരത്ത് ഭയങ്കര ബടിയുണ്ട്. ഇങ്ങനെ എപ്പോഴും കുട്ടികളോട് ബാപ്പാനെ പറ്റി പറഞ്ഞാൽ എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ? ആ ബാപ്പാനോട് വല്ല ഇഷ്ടം ഉണ്ടാവുമോ? വല്ല ഇഷ്ടവും ആ ബാപ്പാനോട് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പടച്ചവനെ വരാതിരുന്നാൽ പറഞ്ഞാൽ പണ്ടാറ പഴൻ അവിടെ തന്നെ ചത്തുപോയാൽ മതി. എന്തോ ആർക്കുമാണ് കുട്ടികൾ. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഓരോ ആയത്തും തുടങ്ങുന്നത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ബിസ്മില്ലാഹി ശദീദിൽ അദാബ് എന്ന് പറയാമായിരുന്നു. പക്ഷെ അള്ളാഹു പറഞ്ഞത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. കരുണക്കടലിനെ നരകമാക്കുന്ന രീതിശാസ്ത്രങ്ങൾ തള്ളടോ, നരകജീവിതം സ്വർഗമാക്കുവാൻ അള്ളയെ നീ സ്വന്തമാക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പലപ്പോഴും അള്ളാൻ്റെ അദാബിനെ പറ്റി മാത്രം, കാരണം അവർക്ക് അതേ അറിയുള്ളൂ, അവരതേ പഠിച്ചിട്ടുള്ളൂ. അപ്പം അത് പറയും. അള്ളാൻ്റെ അദാബ് ഇങ്ങനെ പറയും. അള്ള ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. നമ്മൾ മരിച്ചാണ്ട് ചെല്ലാണ് ഖബറിലിട്ടിട്ടുണ്ട്, കരിച്ചിട്ട് പൊരിച്ചിട്ട് സിറാത്ത് മഹ്ശറിൽ ചെന്നിട്ട് നമ്മളുണ്ട് ഇടങ്ങറാക്കിയിട്ട് നരകത്തിലിട്ട് ഇതിനിങ്ങനെ കാത്ത് നിൽക്കുക അള്ളാന്ന് തോന്നും. ഇങ്ങനത്തെ ഒരു അള്ള ആണെങ്കിൽ അള്ളാഹ്ക്ക് റമളാൻ വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ നരകത്ത് കിട്ടാൻ പോരെ. അള്ളാഹു എന്തിനാ റഹ്മത്തിൻ്റെ പത്ത് വെച്ചത്? അള്ളാഹു എന്തിനാ മഗ്ഫിറത്തിൻ്റെ പത്ത് വെച്ചത്? അള്ളാഹു എന്തിനാ നിസ്കാരം വെച്ചത്? അള്ളാഹു എന്തിനാണ് ഓരോ നമുക്ക് പൊറുക്കാൻ വേണ്ടി അവസരങ്ങളൊക്കെ വെച്ചത്? ഓരോ സംഗതി നമുക്ക് പൊറുക്കാൻ വേണ്ടി വെച്ചതല്ലേ? നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെച്ചതല്ലേ? അല്ലെങ്കിൽ ഇതിനൊക്കെ ആവശ്യമുണ്ട് അള്ളാഹുവിനക്ക്? എന്തെല്ലാം ഷഫാഅത്തുകൾ നമുക്ക്, എന്തെല്ലാം ഷഫാഅത്ത്, അമ്പിയാക്കളെ ഷഫാഅത്ത്, ഔലിയാക്കളെ ഷഫാഅത്ത്, സ്വാലിഹീങ്ങളെ ഷഫാഅത്ത്, റമളാൻ ഷഫാഅത്ത് ചെയ്യും, ഖുർആൻ ഷഫാഅത്ത് ചെയ്യും. രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് മുഴുവനും. അപ്പം എന്നാൽ അള്ളാഹു അദാബില്ലേ? അദാബ് വേണം, എന്നാലല്ലേ ഒരാൾ പൂർണ്ണനാവുള്ളൂ. ഒരു ബാപ്പ ശിക്ഷിക്കലല്ല, പക്ഷെ ശിക്ഷിക്കുമെന്നൊരു ബോധം വേണം. അപ്പോഴേ അയാൾ സമ്പൂർണ്ണനാവുള്ളൂ. അതും നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനക്ക്. ശത്രുക്കളെ തൊട്ടും മറ്റുള്ളവരെ തൊട്ടൊക്കെ നമ്മെ സംരക്ഷിക്കാനുള്ളതാണ് അവൻ്റെ അദാബ്, അല്ലാതെ നമ്മളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയല്ല. അള്ളാഹു അല്ലാതെ കാരുണ്യവാനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരു യാത്രയിൽ ഇങ്ങനെ പോവാണ്. അങ്ങനെ പോയി കുറേ അങ്ങെത്തി. അകലെ നിന്ന് ഒരു ഉമ്മയെ കണ്ടു. ഒരു ചെറിയ കുട്ടിയുണ്ട്, അടുത്തിരിക്കുന്നു. അപ്പോൾ അടുപ്പിലിങ്ങനെ ഒരു കലം വെച്ച് ചൂടാക്കുന്നുണ്ട്, വെള്ളം ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പ് ഇങ്ങനെ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി അടുപ്പിൻ്റെ ഇരുത്താനുള്ളത്. അപ്പോൾ കത്തൽ തുടങ്ങിയപ്പോൾ കുട്ടീനെ കുറച്ച് വിട്ടിരുത്തി. കുറച്ചും കൂടെ കൂടുതൽ കത്തിയപ്പോൾ കുറച്ചും കൂടെ വിട്ടിരുത്തി. കുറച്ചും കൂടെ കൂടുതൽ കത്തിയപ്പോൾ ഇങ്ങനെ വിട്ട് അകലേതേക്ക്. ഇതിങ്ങനെ റസൂലുള്ളാഹി കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ കണ്ടില്ലേ ആ കുട്ടീനോട് ഉമ്മ കാണിക്കുന്ന ആ ഒരു സ്നേഹം, വാത്സല്യം, കാരുണ്യം? അതെ കണ്ടു നബിയെ. ആ ഉമ്മ എങ്ങാനും ആ കുട്ടിയെ പിടിച്ച് ആ തീ കൊണ്ടിടുമോ, അടുപ്പ് കൊണ്ടുവോ? ഇല്ല നബി. അതെങ്ങനെ? ആ കുട്ടിക്ക് ചെറിയൊരു ചൂട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ കൊണ്ടുവരുന്നത്, പിന്നെ എങ്ങനെ ആയി കൊണ്ടിടുക? ഒരിക്കലുമില്ല. അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, അല്ലാഹു അർഹമു ബിഇബാദിഹി ബിവലദിഹാ, അല്ലാഹു അർഹമു ബിഖൽഖിഹി ബിവലദിഹാ, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹാ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സൃഷ്ടികളോട്, അവൻ്റെ അടിമകളോട്, ഈ കുട്ടിയോട് ഉമ്മ കാണിക്കുന്നതിനേക്കാളും വലിയ കാരുണ്യമുള്ളവനാണ്. അവനങ്ങനെ വെറുതെ നരകത്ത് കൊണ്ടിടൂല.
ആരാണ് നരകത്തിൽ കിടല്? അതല്ല പറഞ്ഞില്ലേ, ആ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഇല്ലൽ അഷ്ഖ, ഏറ്റവും വലിയ പരാജയപ്പെട്ടവനല്ലാതെ, അല്ലദീ കദ്ദബ, കളവാക്കുന്നവനാണ്, വതവല്ല, പിന്തിരിഞ്ഞു കളയുന്നവനാണ്. അങ്ങനത്തെവരല്ലാതെ നരകത്തിൽ കടക്കുകയില്ല. അള്ളാഹു അല്ലാതെ കാരുണ്യം ചെയ്യുന്നവനാണ്. ഈ കാരുണ്യം ആലോചിച്ച് നമുക്കുള്ള ശഫാഅത്തുകളൊക്കെ ആലോചിച്ച് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ ആഗ്രഹിച്ചത് ഈ സമൂഹത്തിലൊന്ന് പെട്ടുകിട്ടാൻ വേണ്ടിയാണ്. ധാരാളം തെറ്റ് ചെയ്യുന്നവരാണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരുപാട് പാപികളുണ്ട്, പാപം ചെയ്യുന്നവരുണ്ട് ഒരുപാട്. പക്ഷേ അവർ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ അല്ലാഹു കുറേ വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ കണ്ടറിഞ്ഞു ആര്? മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി. അവരിങ്ങനെ ചർച്ച ചെയ്തു. എല്ലാ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വല്ലാതെ പാപികളുണ്ട് കൂട്ടത്തിൽ. പക്ഷേ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല വാരിക്കോരി കൊടുക്കണമല്ലോ. ശഫാഅത്തും കസീറ, ഒരുപാട് ശഫാഅത്ത് ഉണ്ടല്ലോ അവർക്ക്. അള്ളാഹിൻ്റെ കാരുണ്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഏറ്റവും വലിയ കൊടും പാപി, ആ പാപി തൗബ ചെയ്ത് മടങ്ങിയാൽ എന്ത് സംഭവിക്കും? അള്ളാഹിനെ ഒരാൾ അറിഞ്ഞു, പഠിച്ചവൻ എങ്ങനെയൊക്കെയാണ് അള്ളാഹ്. അപ്പം ചിലപ്പം ചിലവർക്ക് ചിന്ത ഉണ്ടെന്ത്, അള്ളാഹിൻ്റെ കാരുണ്യമൊന്നും വല്ലാതെ പറയരുത്, പൊറുക്കലൊന്നും വല്ലാതെ പറയരുത്, പറഞ്ഞാൽ ആളുകൾ പിഴച്ചു പോകുന്നു, ആളുകൾ തെറ്റ് ചെയ്യുന്നു. അങ്ങനെ പേക്കാണ്, അങ്ങനെ പിഴച്ചു പോട്ടെ. അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്, ഒരിക്കലുമല്ല. അള്ളാഹിൻ്റെ കാരുണ്യവും സ്നേഹവും മനസ്സിലാക്കിയാൽ അള്ളാഹുലേക്ക് കൂടുതൽ സജീവമാവലാണ് ഉള്ളൂ മനുഷ്യൻ. അത് നമ്മളെ തെറ്റിദ്ധാരണയാണ്. ബാപ്പാൻ്റെ വാത്സല്യവും സ്നേഹമൊക്കെ മക്കൾ അറിഞ്ഞാൽ ആ ബാപ്പാനെ അനുസരിക്കാൻ തയ്യാറാവൂലേ? അല്ലാ, എൻ്റെ വാപ്പേ, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, കാരണം വല്ലാത്ത സ്നേഹമുള്ള വാപ്പയാണ്. അതുകൊണ്ട് നമ്മൾ പാമ്പിനെ ഭയപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ അള്ളാനെ ഭയപ്പെടണ്ട. നമ്മൾ സ്നേഹമുള്ള ഒരു പിതാവിനെ പോലെയെങ്കിലും അള്ളാനെ കാണാൻ കഴിയണില്ല നമുക്ക്. പാമ്പിനെ ഭയക്കുന്ന രൂപത്തിൽ അള്ളയെ ഭയക്കണ്ടടോ, ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ അള്ളയെ പ്രിയം വെച്ചടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നരകമല്ലടോ സ്വർഗമാണവൻ, സ്നേഹമാണവൻ അറിയണേ. നരകജീവിതം സ്വർഗമാക്കുവാൻ അള്ളയെ നീ സ്വന്തമാക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹിൻ്റെ സ്നേഹം കാരുണ്യം മനസ്സിലാക്കിയിട്ട് അള്ളാഹിനെ കിടക്കണം. ഏറ്റവും ദുനിയാവിലെ ഏറ്റവും സന്തോഷവും ആനന്ദമുള്ളവരാരായിരിക്കും? അള്ളാഹിനെ അറിഞ്ഞവരാ, അള്ളാഹിനെ മനസ്സിലാക്കിയവരാ. അവർക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല, കാരണം അവർ അള്ളാഹുവിനെ അറിഞ്ഞുപോയി, അള്ളാഹിനെ സ്നേഹിച്ചു പോയി. അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവർക്കോ ഇബാദത്ത് തന്നെ രസമാണ്. ഇബാദത്ത് തന്നെ ഭയങ്കര രസമല്ലേ? രസമായിരിക്കും അവർക്ക്, അള്ളാഹിനെ അറിഞ്ഞവർക്ക്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ചുരുങ്ങിയത് സ്വന്തം ശരീരത്തിനെ അറിഞ്ഞാൽ തന്നെ അള്ളാഹുവിനെ അറിഞ്ഞു. ബഹുമാനപ്പെട്ട ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു ദുനിയാവിലെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ജീവിച്ച മനുഷ്യനാണ്. എല്ലാ സുഖങ്ങളും സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിച്ച മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു. ആ മനുഷ്യനെ കൊട്ടാരത്തിലെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊക്കെ കരുതും ഈ ദുനിയാവിലെ സുഖങ്ങളാണ് ഭയങ്കര രസം. അല്ല, ഇവിടെ തന്നെ സ്വർഗീയത കണ്ട്. അതാരാ? അള്ളാനെ കിട്ടുമ്പോഴാണ്. അള്ളാനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ സ്വർഗീയത ഉണ്ടാവും. വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. രണ്ട് സ്വർഗമുണ്ട്. രണ്ട് സ്വർഗം പരലോകത്ത് ആവശ്യമില്ലല്ലോ. പരലോകത്ത് ഒരു സ്വർഗത്തിൽ തന്നെ എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ വേറെ സ്വർഗത്തിന് അവിടെ. അപ്പം ആ ഒരു സ്വർഗം എവിടെയാണ്? ഇവിടെ തന്നെയാണ്. അത് അള്ളാനെ ലഭിക്കുമ്പോഴാണ്. അതാണ് അള്ളയെ മാത്രം കൊള്ളടോ എന്ന് പറഞ്ഞതിനർത്ഥം. അള്ളയെ മാത്രം കൊള്ളടോ,
ബാക്കി എല്ലതും റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു എല്ലാ സുഖങ്ങളും ജീവിക്കുക. അപ്പം അദ്ദേഹം വേട്ടക്ക് പോയി, പുറത്തെവിടെ വേട്ടക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ അദ്ദേഹത്തിൻ്റെ അടിമക്കുട്ടി കിടന്നു ഉറങ്ങണ രംഗം കണ്ടു. ദേഷ്യം പിടിക്കൂലേ? അടിമക്കുട്ടി ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ തുടച്ചു വാരി വൃത്തിയാക്കി ഇങ്ങനെ റൂമൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ മെത്തൊക്കെ ഇങ്ങനെ തൊട്ടപ്പോൾ നല്ലൊരു സുഖമുണ്ട്. വെറുതെ ഒന്ന് കയറി കിടന്നതാണ്, വെറുതെ ഇങ്ങനെ രസത്തിന് കിടന്നതാണ്. പക്ഷേ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് മൂപ്പര് കയറി വന്നത്. മൂപ്പര് ഒറ്റ അടിയെ കണ്ടു. അടിച്ചപ്പോൾ നെട്ടി ഉണർന്നു അടിമ. നെട്ടി ഉണർന്നപ്പോൾ ചിരിച്ചുപോയി. കരഞ്ഞില്ല, ചിരിച്ചുപോയി. അവ എന്തിനാ ചിരിക്കണം? പറഞ്ഞു, എനിക്ക് ഇവിടെ തന്നെ നിങ്ങളെ ശിക്ഷ തന്നല്ലോ, ഇനിയിപ്പോൾ എനിക്ക് അള്ളാൻ്റെ അടുത്ത് പോയാൽ ഈ സുഖത്തിനുള്ള ശിക്ഷ ഒന്നും എനിക്ക് പേടിയില്ല. ആ സന്തോഷത്തിലാണ്. വീണ്ടും കരഞ്ഞുപോയി. എന്ന് കരഞ്ഞത് അപ്പോഴാണ് പറഞ്ഞത്, ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് മുഖത്ത് നോക്കി പറഞ്ഞു, എത്ര കാലമായി ഇവിടെ നിങ്ങൾ സുഖിക്കുന്നു, ഈ ബെഡിൽ കിടന്ന് ആസ്വദിക്കുന്നു, സുഖിക്കുന്നു. നിങ്ങളെല്ലാ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, എല്ലാവിധ സുഖാഡംബരങ്ങളിൽ നിങ്ങൾ ജീവിക്കുന്നു. പക്ഷേ ഇതൊക്കെ നൽകിയ അള്ളാഹുവിനക്ക് ഒരിക്കൽ പോലും നിങ്ങൾ ശുക്ർ പറഞ്ഞിട്ടില്ല. അവനക്ക് നന്ദിയില്ലാതെ ജീവിക്കുന്ന നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷ എത്രയാണ്? ഇത് ആലോചിച്ചപ്പോൾ കരഞ്ഞു പോയതാണെന്ന ആ അടിമക്കുട്ടിയോടൊരൊറ്റ വാക്ക് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തട്ടി. ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കങ്ങ് കൊണ്ടുപോയി. ഉടൻ തന്നെ നെട്ടിപ്പോയി. ഉടൻ തന്നെ പരിവർത്തനം. ഉടൻ തന്നെ തീരുമാനിച്ചു, ഇനി ഞാൻ കൊട്ടാരത്തിലെ സുഖങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ ഇവിടുന്ന് ഇട്ടെറിഞ്ഞു പോവുകയാണ്. എന്നിട്ട് മഹാനവറുകൾ കൊട്ടാരം വിട്ടി, കുടുംബത്തെ വെറുക്കി, മക്കളെ വിട്ടു, എല്ലാം ഇട്ടെറിഞ്ഞു കാട്ടിലേക്ക് യാത്ര പോവുകയാണ്. തറക്കത്തുൽ ഖൽഖ തുർവം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. അല്ലാഹുവിനെ തേടിക്കൊണ്ട് അല്ലാഹുവിനെ എനിക്ക് കിട്ടണം, അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ചു അദ്ദേഹം പോയി. അങ്ങനെ അല്ലാഹുവിനെ മനസ്സിലാക്കി അദ്ദേഹം. എന്നിട്ട് അല്ലാഹുവിനേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ വഴിയിലൂടെ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചത്, അല്ല ഇബ്രാഹിമിന് അദ്ഹം, നിങ്ങളിപ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ട്, കാലങ്ങൾക്ക് ശേഷം എല്ലാം ഒഴിവാക്കി, എല്ലാ സുഖങ്ങളും ഒഴിവാക്കിയിട്ട് ഇപ്പം എന്താ നിങ്ങളുടെ അവസ്ഥ? അപ്പോഴാണ് പറഞ്ഞത്, ദുനിയാവിലെ സുഖങ്ങളാണ് ഏറ്റവും വലിയ സുഖങ്ങളെന്ന് തെറ്റിദ്ധരിച്ച നമുക്ക് വലിയ പാഠം. ആ മനുഷ്യൻ പറഞ്ഞത്, ഞാൻ ദുനിയാവിലെ എല്ലാ സുഖങ്ങളും ആസ്വദിച്ച മനുഷ്യനാണ്, പക്ഷേ ഞാനിപ്പോൾ അനുഭവിക്കുന്ന സ്വർഗീയത, അള്ളാഹുവിനെ എനിക്ക് കിട്ടിയപ്പോഴുള്ള എൻ്റെ കൽബിൻ്റെ സ്വർഗീയത, ശാന്തി, സമാധാനം, ഇതെങ്ങാനും വല്ല മനുഷ്യരും വല്ല രാജാക്കന്മാരും അവർക്ക് കിട്ടുമെന്നറിഞ്ഞാൽ അവർ എന്നോട് യുദ്ധം ചെയ്തുകൊണ്ട് വാങ്ങുമായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ്, സ്വർഗീയതയിലാണ് ഞാനിപ്പോഴുള്ളതെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു. അതാണ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതിലൊന്നല്ല കാര്യം, അള്ളാഹിനെ ലഭിക്കലാണ്. അള്ളാഹിനെ ലഭിക്കണം. അപ്പം അള്ളാഹിനെ എങ്ങനെ ലഭിക്കുക? നമ്മളിങ്ങനെ അള്ളാഹിനെ പേടിച്ചാൽ, അള്ളാഹിനെ എങ്ങനെ കുറേ പേടിപ്പിച്ചാൽ. നേരത്തെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറഞ്ഞല്ലോ, ഓരാഗ്രഹിച്ചു, ഈ സമുദായത്തിൽ പെടാൻ ആഗ്രഹിച്ചു. കാരണം നമുക്ക് അങ്ങനെയാണ്, അള്ളാഹു അല്ലാതെ കാരുണ്യം, പൊറുക്കാൻ, ശഫാഅത്ത് ഇങ്ങനെ ധാരാളം തന്നിക്കാണ്. രക്ഷപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു തന്നിക്കാണ്. അപ്പം നമ്മളെ ഈ സമൂഹത്തിൽ പെടാൻ പോലും ആരാഗ്രഹിച്ചു? ഉലുൽ അസ്മുകളിൽപ്പെട്ട അവരാഗ്രഹിച്ചു. അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചവനെ നമുക്ക് വല്ല ചാൻസും കിട്ടുമോ അത്? അപ്പം അള്ളാഹ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം, അവർക്കൊരു ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കും തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാമിനക്ക് ഈ സമൂഹത്തിനക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തു. ഏതാണ്? ഈ സമൂഹത്തിലാകെ, ഈ സമുദായത്തിലാകെ ഫസാദ് ഉണ്ടാക്കുന്ന, ഫിത്ന ഉണ്ടാക്കുന്ന ദജ്ജാലിനെ കൊല്ലാനുള്ള ഒരു അവസരം, ഒരു ഖിദ്മത്തിനുള്ള അവസരം അള്ളാഹു കൊടുത്തു ഈസാ നബി അലൈഹി സ്വലാമിന്. മൂസാ നബി അലൈഹി സ്വലാമിനക്ക് ഈ ഖിദ്മത്തിനുള്ള ഒരു അവസരം കൊടുത്തു. അതെന്താ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് കൊടുത്ത
മിഅ്റാജിൻ്റെ രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയപ്പോൾ അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് നിസ്കാരം വാങ്ങിയല്ലോ, 50 വക്ത് നിസ്കാരം. ഈ 50 വക്ത് നിസ്കാരം റസൂലുള്ള വാങ്ങിപ്പോന്നു. കാരണം അള്ളാഹുവിനോടുള്ള മുനാജാത്തല്ലേ, സൃഷ്ടികൾ അനുഭവിക്കട്ടെ ആസ്വദിക്കട്ടെ എന്ന് കരുതി വാങ്ങി കൊണ്ടുവന്നു. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അരികിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹി പറഞ്ഞു, പറ്റൂല, ഇത് നിങ്ങളുടെ ഉമ്മത്തുകൾക്ക് ഭാരമാകും. എല്ലാവരും ഒരേ മാതിരിയല്ലല്ലോ, അവസാനം വരുന്ന കാലക്കാർക്ക് വലിയ ഭാരമാകും, അവിടെ ചുരുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി ഈ ഉമ്മത്തിന് വേണ്ടി ഒരു ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം മൂസാ നബി അലൈഹി സ്വലാമിനും കിട്ടി. അപ്പോൾ അവർ വരെ അയച്ചത് നമ്മളാണ്. കാരണം അതിന് മാത്രം കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു എല്ലാവരോടും കാരുണ്യമാണ്. പിന്നെ അതിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ കാരുണ്യത്തിൻ്റെ വർഷം ചെയ്യാൻ വേണ്ടി തന്നെ 10 വച്ചിരിക്കുന്നു. ആ കാരുണ്യത്തിൻ്റെ 10 ഇതാ വിട പറയുകയാണ്. ഇനി ഇതാ അടുത്ത 10ലേക്ക് കടക്കുന്നു. മഗ്ഫിറത്തിൻ്റെ പാപികളാണ് മനുഷ്യർ, മലക്കുകളല്ല. മലക്കുകൾക്ക് പാപം ചെയ്യാൻ കഴിയില്ല, അവർ വിചാരിച്ചാലും കഴിയില്ല. എനിക്കൊരു തെറ്റൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, കഴിയൂല. അവരെ പ്രകൃതി അങ്ങനെയാണ്. അങ്ങനെയുള്ളവരാണ് മലക്കുകൾ. അവർക്ക് അല്ലാഹു തആലക്ക് എതിര് ചെയ്യാൻ അവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. അങ്ങനത്തെ പ്രകൃതിയാണ്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതേസമയത്ത് മനുഷ്യനോ അങ്ങനെയല്ല. മനുഷ്യൻ തെറ്റ് ചെയ്യും, തെറ്റുകളുണ്ടാകും. അങ്ങനെ ആ തെറ്റുകൾ വന്നു പോയാൽ എന്ത് വേണം? മനുഷ്യൻ മടങ്ങിയാൽ എന്താണെന്നറിയോ? ഒരു വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ റബ്ബിനുണ്ട് അറിഞ്ഞപ്പോൾ, പടച്ചവനെ ഇത്ര സ്നേഹവും കാരുണ്യമുള്ളവനാണോ എങ്കിൽ ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, അള്ളാഹുലേക്ക് മടങ്ങുന്നു, ഇനി ഞാൻ തെറ്റിലേക്കില്ല. അങ്ങനെ ഒരാൾ അള്ളാഹുലേക്ക് മടങ്ങിയാൽ അള്ളാഹ്ക്കും ഭയങ്കര ഇഷ്ടം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സാധനങ്ങളും, വെള്ളവും ഭക്ഷണവും എല്ലാം ഒട്ടകത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. അവിടെ ഒട്ടകത്തെ കെട്ടിയിട്ടു. അങ്ങനെ അദ്ദേഹം ഉറങ്ങിപ്പോയി. ഉറങ്ങിണീച്ചപ്പോൾ ഒട്ടകത്തിനെ കാണില്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയാലും വെള്ളം കിട്ടാത്ത സ്ഥലമാണ്. അങ്ങനത്തെ സ്ഥലം. ആ മനുഷ്യൻ ഒട്ടകത്തിനെ കാണാതെ, വെള്ളമൊക്കെ ഇതിൻ്റെ മേലാണ്, ഭക്ഷണം ഇതിൻ്റെ മേലാണ്. നിരാശനായി. പടച്ചോനെ എന്ത് ചെയ്യും? ഇനി ഇവിടെ കിടന്ന് മരിക്കല്ലാതെ വേറെ നിർവാഹമില്ല. അങ്ങനെ നിരാശനായ മനുഷ്യൻ വീണ്ടും ക്ഷീണം കണ്ടു ഉറങ്ങിപ്പോയി. പിന്നീട് ആ മനുഷ്യൻ ഉണരുമ്പോൾ കാണുന്നത് ഒട്ടകത്തെയാണ്. പടച്ചോൻ, അപ്പോൾ ആ മനുഷ്യൻ്റെ സന്തോഷം എത്രയായിരിക്കും? കാരണം പോയ മനുഷ്യൻ കണ്ടിട്ട് തിരിച്ചു വന്നല്ലോ. ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷത്തെക്കാളും വലിയ സന്തോഷമായിരിക്കും അല്ലാഹു തആലാക്ക്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അറിഞ്ഞപ്പോൾ, അവൻ്റെ കാരുണ്യം അറിഞ്ഞപ്പോൾ, അവൻ്റെ സ്നേഹമറിഞ്ഞപ്പോൾ അള്ളാഹുലേക്ക് മടങ്ങിയാൽ ഈ മനുഷ്യനുണ്ടായ സന്തോഷത്തിനേക്കാളും അള്ളാഹുവിനക്ക് സന്തോഷമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ എന്ത് പറഞ്ഞു? ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഇല്ലാ മൻ താബ, മടങ്ങിയവനൊഴികെ. ഒരുപാട് തെറ്റുകൾ പറഞ്ഞ് അള്ളാഹു ആദ്യം വലിയ വലിയ തെറ്റുകളൊക്കെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഇല്ലാ മൻ താബ, മടങ്ങിയാൽ ഒഴികെ. ഇങ്ങോട്ടോ വ ആമന, അവൻ വിശ്വാസത്തിലേക്ക് മടങ്ങി. വ അമില അമലൻ സ്വാലിഹ, സൽക്കർമ്മങ്ങളിലേക്ക് മടങ്ങി. അങ്ങനത്തെ ആളുകളോ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തിന്മകൾ അല്ലാഹു നന്മയായി മാറ്റിമറിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എത്ര വലിയ കാരുണ്യമുള്ളവൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വ അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. എങ്ങനെയാണ് ആയത്? ഉലൈക യുബദ്ദിലുല്ലാഹ്. ബദ്ദല തബ്ദീൽ ആക്കുക. ബദ്ദല എന്ന് പറഞ്ഞാൽ മാറ്റിണ്ട് മറിക്കും.
സയ്യിആത്തിഹിം, ഇക്കാലമത്രയും ചെയ്ത തിന്മകൾ മായ്ച്ചു കളയുന്നല്ല പറഞ്ഞത്. ആത്മകളൊക്കെ എന്താക്കി മറിക്കും? ഹസനാത്തിൻ, നന്മയാക്കി മറിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു എന്താണ്? എന്നിട്ട് അള്ളാഹുവിനെ പറ്റിയാണോ അവനെ പറ്റിയാണോ സൂചിക്കുന്നത്? അന ഇന്ദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെ പറ്റി എന്താണോ വിചാരിക്കുന്നത് ഞാൻ അവിടെയായിരിക്കുമെന്ന് അള്ളാഹിനെ പറ്റി അള്ളാഹ് എന്നോട് കരുണ ചെയ്യും, അള്ളാഹ് എനിക്ക് പുറത്തു തരും. അള്ളാഹ് സ്നേഹനിധിയാണ്. അങ്ങനെയാണോ നിങ്ങളെ വിചാരം? എന്നാൽ അള്ളാഹു അങ്ങനെ തന്നെയാണ്. അള്ളാഹു യുബദ്ദിലുല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നന്മകളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല എഴുതപ്പെടുകയാണ്. അള്ളാഹു ആരാ നിങ്ങൾ വിചാരിച്ചത്? ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, അള്ളാഹു നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. വമലായികതുഹു, അവൻ്റെ മലക്കുകളും. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, ശുദ്ധ ഖുർആനാണ്. നമുക്ക് വേണ്ടി അള്ളാഹു മലക്കളെ ഏർപ്പാടാക്കിയവനാണ്. എന്തിന്? നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ വേണ്ടി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് അള്ളാഹിൻ്റെ റഹ്മത്ത് കൊതിക്കുക. അതന്നെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആഗ്രഹിക്കുക. അവൻ്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടണം. ഇന്നഹു ലാ യൻജു അഹദുകും ബിഅമലിഹി, അമൽ കൊണ്ട് രക്ഷപ്പെടുന്നു കരുതണ്ട. അമലൊക്കെ എന്താ മക്കളെ? നമ്മളൊക്കെ അമലൊക്കെ എന്താ? അതിലൊക്കെ എന്തെല്ലാം പോരാ. എന്നാലും നമ്മൾ ചെയ്യണം. പടച്ചവനെ നിന്നെ അനുസരിക്കുന്നുണ്ട് എന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ ഉയരാൻ വേണ്ടിയാണ്. ആ അനുസരണക്ക് ഇവിടെ തന്നെ ഒരു സുഖം കിട്ടും. നമ്മളെ സൃഷ്ടിച്ചതിന് വേണ്ടിയാ, അതിനു വേണ്ടി തന്നെ അനുസരണക്ക് വേണ്ടിയാ. നമ്മളെ സൃഷ്ടിച്ചതിനൊരു ലക്ഷ്യമുണ്ടല്ലോ. അള്ളാഹു എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത്? അതിനൊരു ലക്ഷ്യമുണ്ട്. ഏതൊരു സംഗതിക്കും ലക്ഷ്യം ഉണ്ടാവും. ഇപ്പോൾ ഫാന് ഇതിങ്ങനെ തിരിയാതെ നിൽക്കണം, അതിൻ്റെ ലക്ഷ്യമില്ല. അതിൻ്റെ ലക്ഷ്യം കാറ്റ് കിട്ടണം, അപ്പോൾ അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാവുള്ളൂ. മൈക്ക ശബ്ദം ഉണ്ടാവണം, അതാണ് അതിൻ്റെ ലക്ഷ്യം. ബൾബ് ലൈറ്റ് വേണം, അതാണ് അതിൻ്റെ ലക്ഷ്യം. മുട്ടക്കോയിനെ വളർത്തുന്നത് ഇറച്ചിക്ക് വേണ്ടിയല്ല, മുട്ട ലഭിക്കാൻ വേണ്ടി. എന്നാൽ ഇറച്ചിക്കോയിനെ വളർത്തുന്നതോ ഇറച്ചി ലഭിക്കാൻ വേണ്ടിയാണ്, മുട്ടക്കല്ല. ഒരാടിനെ വളർത്തുന്നതിൻ്റെ പിന്നെ ലക്ഷ്യം ഉണ്ടാവും. എന്താ? ആടിൻ്റെ മാംസത്തിനായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പാലിനായിരിക്കും. ഒരു നായയെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ അതിന് ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഇറച്ചല്ല ലക്ഷ്യം, അതിൻ്റെ മാംസമല്ല. പിന്നെന്താണ്? ആ നായ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ കുരക്കണം, അന്യ ആളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൃഷിത്തോട്ടത്തിലാണെങ്കിൽ ആ കൃഷിന് ഒരു കാവലാവണം, അതാണ് അതിൻ്റെ ലക്ഷ്യം. എങ്കിൽ നമ്മെ അല്ലാഹു സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ ആരാധിക്കുക, അതായത് അവനെ അനുസരിക്കുക, അവനക്ക് കീഴൊതുങ്ങുക. അവിടെ പിന്നെ എന്ത് ചെയ്യരുത്? എന്തിന് എന്ന് ചോദ്യം മുഅ്മിനുണ്ടാവില്ല. ഇതെന്തിനാണ് എന്ന് ചോദ്യം ഉണ്ടാവില്ല. അല്ലാഹ് എന്താ പറഞ്ഞത്? ആമന്നാ സല്ലംന, ഞങ്ങളനുസരിച്ചു കീഴൊതുങ്ങി. പിന്നെ അതിനെ ചിന്തയിലിട്ട് നോക്കും ചെയ്യരുത്. ബുദ്ധിപരമായിട്ട് ഇപ്പോൾ അത് ലോജിക്കുണ്ടാ, അതൊന്നും ചിന്തിക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? വിശ്വാസത്തിൻ്റെ അടിത്തറ എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഞാൻ അതിൽ നമ്മളോട് പറയുന്ന ആരാധനയ്ക്ക് വല്ല ഹിക്മത്ത് ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ, അതൊന്നും വിഷയമല്ല. നമ്മളാണ് കീഴൊതുങ്ങുക, അവിടെയാണ് നിൽക്കേണ്ടത്. ഇത് പറയാൻ കാരണം ചിലപ്പം ഈ റമദാനൊക്കെ വരുമ്പോൾ ചിലവരെ എന്ത് ചെയ്യുന്നറിയോ? ഈ നോമ്പിൻ്റെ ചില പ്രാസംഗികന്മാർ യൂട്യൂബിലൊക്കെ ഉണ്ടാവും. എന്ത് ചെയ്യും? ഈ നോമ്പിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പറയും, ആരോഗ്യ വശങ്ങൾ പറയും. നോമ്പ് ഒറ്റ അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, നമ്മളെ ശരീരത്തിൻ്റെ അതിങ്ങനെ ഇങ്ങനെ പല കേസുകളും ഇങ്ങനെ പറയും. ഒരുപാട് ഹിക്മത്ത് ഉണ്ടാവാം, പക്ഷെ വിശ്വാസി ആ ഹിക്മത്തിനല്ലല്ലോ അള്ളാഹുവിനക്ക് വഴിപ്പെടേണ്ടത്. അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അതിനു ഞാൻ അനുസരിക്കുന്നു. കാരണം ഈ ശാസ്ത്രം പറയുന്നത് പലപ്പോഴും മാറ്റി പറയാം. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഇപ്പം തന്നെ വേണം കണ്ടുചൂടേ. 5 മണിക്കൂർ തുടർച്ചയായി
വയറ് കാലിയാക്കിയിടൽ ക്യാൻസറിന് കാരണമാകും എന്നൊരു ശാസ്ത്രജ്ഞൻ നാളെ കണ്ടുപിടിച്ചാൽ നമ്മൾ നാളെ മുതൽ നോമ്പ് ഒഴിവാക്കേ. അപ്പം ആ വക പൊട്ടത്തരൊന്നും നമ്മൾ ചെയ്യണ്ട, കേൾക്കണ്ട. നോമ്പ് അതിനു വേണ്ടിയൊന്നല്ല. നോമ്പ് അല്ലാഹ് പറഞ്ഞാൽ എന്താ? ലഅല്ലക്കും തത്തഖൂൻ, മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ്. ആ മുത്തഖീങ്ങളുടെ അടയാളമാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യം കൊണ്ടവൻ വിശ്വസിക്കണം. ഇൻ്റെ റബ്ബ് എന്താണോ പറഞ്ഞത് ഞാൻ കീയൊതുങ്ങുന്നു. ചില നിസ്കാരത്തിനെ പറ്റി വലിയ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കും. നിസ്കാരം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്, വ്യായാമമാണ്. സുജൂദിലേക്ക് ഇങ്ങനെ കിടന്നാൽ ബ്ലഡ് ഇങ്ങനെ സർക്കുലേഷൻ ചെയ്യും. അത് മനുഷ്യനെ അങ്ങണ്ടാക്കും ഇങ്ങണ്ടാക്കും. തേങ്ങാകൊല. ഇതിനെക്കാട്ടും വലിയ എക്സസൈസ് എത്രയെല്ലാം വേറുണ്ട്. എന്തെല്ലാം എക്സസൈസുകളുണ്ട് നിസ്കരിക്കണം, വ്യായാമം, ഇത് ആരോഗ്യം കിട്ടാൻ. അപ്പം അങ്ങനൊന്നും വിശദീകരിച്ച് എന്ത് ചെയ്യണ്ട. അള്ളാഹു താലാക്ക് ഹിക്മത്ത്, ആ ഹിക്മത്ത് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തന്നാൽ അൽഹംദുലില്ലാ, അത് വേറൊരു നിഅമത്ത്. എല്ലാത്തിലുള്ള ഹിക്മത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ അത് ഹിക്മത്ത് എല്ലാവർക്കും അറിയില്ല. നമ്മൾ കണ്ടതൊക്കെ ശാസ്ത്രം വെച്ച് കാണാൻ പറയും, അത് ഹിക്മത്ത് ആവൂല. ഹിക്മത്ത് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന ആളുകളുണ്ട്. യുത്തിൽ ഹിക്മത മൻ യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ഹിക്മത്ത് കൊടുക്കും. വമൻ യുത്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഹിക്മത്ത് ഒരാൾ കൊടുത്താൽ അവനക്ക് ധാരാളം ഖൈർ കൊടുത്തു എന്നാവും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യണം? അങ്ങനത്തെ പ്രഭാഷണം ഒന്നും കേൾക്കരുത്. കാരണം നമ്മളെ ലക്ഷ്യം തെറ്റും. ലക്ഷ്യം എന്താ? അള്ളാഹു എന്നോട് പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എല്ലാത്തിനും ഇപ്പം നമുക്ക് ശാസ്ത്രീയത കണ്ടെത്താൻ കഴിയുമോ? സക്കാത്തിൽ കുറേ ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ എന്നാൽ ഒരു മുതലാളിക്ക് 1 ഏക്കർ തെങ്ങും തോട്ടമുണ്ട്, വേറെ ഒന്നുമില്ല നിൽക്കുക. അയാൾ സക്കാത്ത് കൊടുക്കണം? വേണ്ട. അപ്പം അയാൾ മുതലാളിയല്ലേ, തേങ്ങ ഇല്ലേ, പിന്നെന്താ ഇസ്ലാം അങ്ങനെ? അപ്പോൾ കൊടുത്താൽ കിട്ടൂല. അപ്പോൾ വേണ്ട, അള്ളാഹ് പറഞ്ഞത് അനുസരിക്കുക. അതൊന്നും അത്രയേ ഉള്ളൂ. ഹജ്ജിൻ്റെ യുക്തി എന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ. ഹജ്ജിൻ്റെ യുക്തി കുറേ പൈസ ചിലവാക്കണം. ഈ പൈസ എന്താ? സാധുക്ക് കൊടുക്കുക അല്ല, അങ്ങോട്ട് പോകാനുള്ള ചിലവ്. ഒരുപാട് പണം, ലക്ഷങ്ങൾ ചിലവാക്കി ഞാൻ അവിടെ ചെന്നിട്ട് ചെയ്യണം എന്താ? ഒരു കാബാല എങ്ങനെ ചുറ്റുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഓടുക, കല്ലെടുത്ത് എറിയുക, ഒരു സ്ഥലത്ത് പോയി നിൽക്കുക, ഒരു സ്ഥലത്ത് പോയി കിടന്നുറങ്ങുക. എന്താ അപ്പോൾ അത്? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താ? ഇത് റബ്ബ് പറഞ്ഞതിന് അനുസരിക്കുന്നുണ്ടോ നോക്കുകയാണ്, വേറൊന്നുമില്ല. അത് റബ്ബ് പറയാണ് ചുറ്റണം തന്നെ. ഞാൻ ചുറ്റി പടച്ചോനെ, ഞാൻ ചുറ്റി. ഞാൻ ആയിക്കോട്ടെ നടക്കാം, ആയിക്കോട്ടെ. കല്ലെടുത്തെറിയണം, ആയിക്കോട്ടെ. ഇന്ന സ്ഥലത്ത് പോയി നിൽക്കണം, ആയിക്കോട്ടെ. എനിക്ക് വേണ്ടി ചിലവഴിക്കണം. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുമ്പോഴാണ് ആരായി മാറല്? അബ്ദായി മാറല്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അവൻ അടിമയായി മാറല, അള്ളാഹുവിൻ്റെ അടിമയായി മാറാ. അന അബ്ദുഹു വ റസൂലുഹു എന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റിസാലത്തിനേക്കാളും മേലെയാണ് അബ്ദിയത്ത്. റസൂലിനേക്കാളും മേലെയാണത് അബ്ദാവുക എന്നത്, അടിമയാവുക എന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ അടിമയാവലാണ് അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അടിമത്ത ഭാവത്തിലേക്ക് ആരെല്ലാം ഉയർന്നോ അവരല്ലാഹു അല്ലാതെ പുകഴ്ത്തി പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആനിലുടനീളം ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. ഈ ഉലകത്തിൽ രണ്ടാമത് നടന്നുപോയ മഹാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ ചര്യ പിൻപറ്റാൻ വേണ്ടി പറഞ്ഞു, വത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിൻ. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണോ അള്ളാഹ് പറഞ്ഞത് അവിടെ നിന്നു. കുറേ കാലം അള്ളാഹുവിനോട് ദുആ ചെയ്തു, കുട്ടീനൊന്നും കൊടുത്തില്ല. വല്ല പരാതി ഉണ്ടായിരുന്നു? പടച്ചോനെ എന്താ കുട്ടി തന്നെ, എത്ര കാലമായി ഞാൻ ദ്വാരക്കണ്? ഇല്ല. പടച്ചോൻ എപ്പോഴാണ് തരണേ? തന്നോട്ടെ, അവൻ്റെ തൃപ്തിയാണ് എൻ്റെ തൃപ്തി. അങ്ങനെ വയസ്സുകാലത്ത് കുട്ടീനെ കൊടുത്തു. ഫലസ്തീനിലാണുള്ളത്. അല്ല പറയണേ, ഞാൻ കുട്ടീനെ ഇമ്മാനെ മക്കത്ത് കൊണ്ടാക്കുന്നതാണ്. അപ്പം അള്ളാഹിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞോ, അല്ല പടച്ചോനെ അവിടെ ഇപ്പം ആരാ ഉള്ളത്? ഇവർക്കാകെ കഷ്ടപ്പാടിലാവൂലേ?
അതൊന്നുമില്ല. അല്ല എന്താ പറഞ്ഞ കേൾക്കുക. അവിടെ എന്താ അതിൻ്റെ അവസ്ഥ എന്താന്ന് മക്കത്തെ അവസ്ഥ? ഒരു കുട്ടി പോലും അവിടെ ഇല്ല, ഒരു ചെടി പുല്ല് പുഷ്പം പോലും മുളക്കില്ല, ഒരു പറവകൾ പോലും പറക്കില്ല. കാരണം ഒരു തുള്ളി വെള്ളം ആ നാട്ടിലില്ല. ആ മലമടകൾക്കിടയിൽ കൊണ്ടാക്കാൻ പറഞ്ഞു, അങ്ങനെ കൊണ്ടാക്കി. അല്ല പറഞ്ഞേക്കന്നെ. എന്നാൽ അതിൽ വല്ല മനുഷ്യനും വല്ല വിഷമവും എല്ലാം ചോദ്യങ്ങളോ ഒന്നുമില്ല, ഉണ്ടാക്കി. ഇങ്ങോട്ട് കൊണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു തിരിച്ചു പോരാന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു പോരും. തിരിച്ചു വരുമ്പോൾ ജബൽ അബി ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ വന്ന് ദുആ ചെയ്തു, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഅ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത് വജഅൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യഷ്കുറൂൻ. വിശദീകരിക്കുന്നില്ല. അവിടുന്ന് ദുആ ചെയ്ത് തിരിച്ചുപോയി. അങ്ങനെ കുട്ടി ഹജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല എന്താ നിങ്ങൾ പോവണം? അല്ലാണോ പറഞ്ഞത്? ഓക്കെ, എന്നാ പോയിക്കോളി, വേറൊന്നും വർത്താനല്ല. അങ്ങനെ അവിടെ സംഭവിച്ചൊക്കെ അറിയല്ലോ. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇടയ്ക്ക് വരാൻ അള്ളാഹു ഒരു അനുമതിയോട് ഇടയ്ക്കൊന്ന് കുട്ടീനെ കണ്ടു പോവാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? കുട്ടീനെ കണ്ട് പോകും. അങ്ങനെ വാപ്പയും മകനും നല്ലൊരു വാപ്പയും മകനും കൈപിടിച്ച് നടക്കുന്ന ആ പ്രായത്തിലെത്തിയപ്പോൾ അള്ള പറയണ അർത്ഥമാണ്, മോനെ അറക്കണം. എന്നാൽ അവിടെ വല്ലതും പഠിച്ചോനെ ഇതിന് അറക്കണതിൻ്റെ യുക്തി എന്താണ് എനിക്ക് ചിന്തയിൽ മനസ്സിലാവണില്ല. ഒരു ചോദ്യവും ഇല്ല. മകനോട് ചോദിച്ചു, അല്ല മോനെ എന്താ എൻ്റെ അഭിപ്രായം? അല്ലാഹു അമറക് യാ അബതിഫ് അൽ മാ തുഉമർ, എന്താണോ കൽപ്പിച്ചത് ആണ് ചെയ്തോളി എന്ന് പറഞ്ഞു. അതാണ് ബാപ്പയും മോനും. അവരാണ് അടിമകൾ എന്ന് പറയും. അല്ലാഹു തആലാന്റെ അടിമയായി കീഴൊതുങ്ങി. എന്താണ് അല്ല പറഞ്ഞത്? അപ്പം നമ്മളും തന്നെ ഈ ശാസ്ത്രീയമായ സത്യങ്ങളിലേക്കൊന്നും പോവണ്ട. അതൊക്കെ ഇന്നും നാളിങ്ങനെ മാറിക്കൊണ്ടുവരും. പന്നി മാംസം തിന്നാൻ പാടില്ല, എന്താണ് അതിൻ്റെ ശാസ്ത്രീയത നോക്കലല്ല. ഇപ്പം ഇന്ന് കണ്ടുപിടിച്ച ശാസ്ത്രീയ വൈകല്യങ്ങൾ, നമ്മൾ പറഞ്ഞ ശാസ്ത്രീയ വൈകല്യങ്ങൾ ആടുമാംസത്തിലും ഉണ്ട്, പോത്തിലും ഉണ്ട്. പക്ഷെ അത് അല്ലാഹു ഹറാമാക്കിയിട്ടില്ലല്ലോ. അപ്പം നമ്മളത് ആ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോവണ്ട. പന്നി മാംസം നല്ല ഉഷാറായിട്ട് തിന്നാൻ എത്ര മനുഷ്യന്മാരുണ്ട്, അവർക്ക് ഒരു അസുഖം വരുന്നില്ല, നല്ല തടിയൊക്കെ നല്ല ഉഷാറായിട്ട്. അവിടെ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? ഇന്നമാ ഹറമ അലൈകുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീർ, അല്ലാഹു ഹറാമാക്കി. അതന്നെ അവിടെ നിൽക്കുക, അതിൻ്റെ ഇതിലേക്ക് പോയി നോക്കരുത്, അന്വേഷിക്കരുത്. ഹിക്മത്ത് ഉണ്ടാവാം. ഹിക്മത്ത് അല്ലാഹ് നമുക്ക് മനസ്സിലാക്കി തന്നാൽ അൽഹംദുലില്ലാ. ഇങ്ങനത്തെ ഹിക്മത്തൊക്കെ ഉണ്ടല്ലേ നമുക്ക്, അത് വേറൊരു അനുഗ്രഹം. അല്ലാതെ അറിയാത്തവരെന്ത് ചെയ്യരുത്, ഇങ്ങനെ ശാസ്ത്രവും അതും അവിടെ കൂട്ടിക്കുഴക്കരുത്. അങ്ങനെ കൂട്ടിക്കുഴച്ചുള്ള പ്രശ്നം എന്താണെന്നറിയോ? ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, ചെറുപ്പക്കാരികളൊക്കെ പല ചോദ്യങ്ങളും ചോദിക്കും. ഇതിൻ്റെ യുക്തി എന്താണ്, അതിൻ്റെ യുക്തി എന്താണ്, അങ്ങനെ ചോദിക്കും. ഒക്കെ നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ഇങ്ങനെയാണ് ഒരു മതാണല്ലേ. കുറേ ആൾക്കാർ പോയില്ലേ, പുറത്ത് ചാടിയില്ലേ. എന്താ കാരണം? ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ വന്നു, കുഴങ്ങിപ്പോയി. അങ്ങനെ അവർ അല്ലാഹ് ഇല്ല, റസൂലുള്ളാഹില്ല, പുറത്തേക്ക് പോയി. ആരാ ഉത്തരവാദി? അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് വേണ്ടത് അള്ളാഹു എന്താണോ പറഞ്ഞത് നിന്നെ കീഴൊതുങ്ങുക. നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം ഉലാഹുന്നബിത്തുറാബ് മണ്ഡലം. അതിൻ്റെ ശാസ്ത്രീയെ പറ്റി നോക്കണ്ട. അള്ളാഹ് പറഞ്ഞതാണ്, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്, അതെങ്ങനെ ചെയ്തോളിയും. ചിലപ്പോൾ നായൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ അത് പോകാൻ പറ്റിയ വലിയ മരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അടിക്കാൻ നമുക്ക് നോക്കൽ അല്ല, അള്ളാഹ് പറഞ്ഞ കേൾക്കുക. അതിൻ്റെ യുക്തിയിലേക്കൊന്നും നമ്മൾ പോവണ്ട. സ്ത്രീകളോട് റമദാൻ മാസം മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് നോമ്പ് നോക്കാൻ പാടില്ല, നിസ്കരിക്കാനും പാടില്ല, അള്ളാഹ് കൽപ്പിച്ചു. എന്നാൽ നോമ്പ് ഖളാവ് വീട്ടണം, നിസ്കാരം ഖളാവ് വീട്ടണ്ട. എന്താ ഇപ്പം അള്ളാഹ് ഇപ്പം അങ്ങനെ പറഞ്ഞ്? രണ്ടും ഒഴിവാക്കി തന്നാണെങ്കിൽ നല്ല സുഖമായിരുന്നല്ലോ. ചിലപ്പോൾ ഹിക്മത്ത് ഉണ്ടാവാം. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ 6-7 ദിവസത്തെ നിസ്കാരമൊക്കെ ഒറ്റയടിക്ക് ഖളാവ് വീട്ടാൻ പ്രയാസമല്ലേ. നോമ്പ് അടുത്ത റമദാനാകുമ്പോഴത്തേനും ഖളാവ് വീട്ടിയാലേ ഹിക്മത്ത് ഉണ്ടാവാം. പക്ഷെ അതൊന്നും അല്ല നമ്മളേക്കാണ്. അള്ളാഹ് എന്താ പറഞ്ഞത് കേൾക്കുക. ചിലരുണ്ട് റമദാൻ മാസമല്ലേ, നമ്മൾ ഗുളിക കുടിച്ചിട്ട് അത് നിർത്തുക. എന്നാൽ എന്ത് ചെയ്യുക? റമദാൻ മാസം ഭയങ്കര കൂലിൻ്റെ സമയമല്ലേ, അതൊക്കെ കണ്ട് കിട്ടുമല്ലോ. അതൊന്നും പാടില്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹ് പറഞ്ഞാണ് ആ സമയത്ത് നിങ്ങൾക്ക് കബൂലുള്ള ഇബാദത്തിൻ്റെ കൂലി കിട്ടും. നിങ്ങൾ ചിലപ്പം ഗുളിക കുടിച്ച് നിർത്തിങ്ങാണ്ട് ഇബാദത്ത് എടുത്താൽ ചിലപ്പോൾ കബൂലാവണമെന്നില്ല. നിങ്ങൾ ഇബാദത്ത് എടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കബൂലുള്ള ഇബാദത്തിന് പിന്നെ എന്തിനാ നിങ്ങൾ അയിമ്പ പോണ്? അപ്പം നമ്മൾ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമത്ത ഭാവത്തിലേക്ക്, എൻ്റെ റബ്ബ് പറഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു,
അതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, സക്കാത്താവട്ടെ, മറ്റേത് ഇസ്ലാമിക കർമ്മങ്ങളാവട്ടെ, എല്ലാത്തിൻ്റെയും പിന്നിൽ അള്ളാഹു ഹിക്മത്തുണ്ടാകും. ദുനിയാവിലും ആഖിറത്തിലും ഖൈറുണ്ടാകും. നമുക്കറിയാം, അറിയാതിരിക്കാം. നമ്മുടെ ബാധ്യത എൻ്റെ റബ്ബിനെ ഞാൻ അനുസരിക്കുന്നു. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അള്ളാഹു പറഞ്ഞത് നീ സറണ്ടറാവുക, നീ കീഴൊതുങ്ങുക, നീ അനുസരണയുള്ളാവും. قال أسلمت لرب العالمين أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين. അപ്പം നീട്ടി സംസാരിക്കുന്നില്ല, ചുരുക്കുകയാണ്. അപ്പം ആകെ പറഞ്ഞത് എന്താ? അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സൃഷ്ടികളിലൂടെ നമുക്ക് റബ്ബിനെ മനസ്സിലാക്കാം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സൃഷ്ടിജാലങ്ങളിലൂടെ, ഭൂമിയിലുള്ള വിവിധങ്ങളായ സസ്യലതാദികളിലൂടെ, പക്ഷി മൃഗാദികളിലൂടെ. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരു വിശ്വാസി അള്ളാഹുവിനെ ആലോചിക്കും, അള്ളാഹിനെ കുറിച്ച് ആലോചിക്കും. അതിലൊക്കെ ഒരു അൽ മുഅ്മിനു ഹായിറുൻ ഫില്ലാ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഒരു വിശ്വാസി എന്ത് കാണുമ്പോൾ അള്ളാഹ് പഠിച്ചോനെ, ഇതിൻ്റെയൊക്കെ പിന്നിൽ അള്ളാഹു. അതേസമയത്ത് കാഫിറോ അൽ കാഫിറു ഹായിറുൻ ഫി ഖൽഖിൽ, എന്ത് കാണുമ്പോൾ അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നൽ. സത്യനിഷേധി അവരെ സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അത് വലിയ അത്ഭുതമായിട്ട് തോന്നരുത്, നമ്മൾ വലിയ അത്ഭുതമായിട്ട് തോന്നും. ഈ അള്ളാഹു വലിയ അത്ഭുതമായിട്ട് തോന്നാം, അള്ളാഹുവിന് അത്ഭുതമായി തോന്നും. അങ്ങനെ സൃഷ്ടിജാലങ്ങളിലേക്ക് നോക്കിയാൽ, ഈ ഭൂമിയിലേക്ക് നോക്കിയാൽ, പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ അത്ഭുതങ്ങളായ സംഗതികൾ. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതിനനുസരിച്ചുണ്ടാകും. പലരും വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആടുണ്ടായതാണ്. എങ്ങനെയായിരിക്കില്ല ആ വിശ്വാസം? ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു ദൈവമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, നിരീശ്വരവാദിയാണ്, ദൈവമൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് താനുണ്ടായതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. മൂപ്പരൊന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി മൂപ്പര് ഒരു ഐഡിയ എടുത്തു. പ്രപഞ്ചത്തിൻ്റെ മാതൃക മൂപ്പര് വലിയ ഒരു റൂമിൽ ഉണ്ടാക്കി വെച്ചു. ചെറിയ ഗോളങ്ങൾ ഉണ്ടാക്കി, ഭൂമി, ചൊവ്വ, യുറാനസ്, നെപ്റ്റ്യൂൺ, അങ്ങനെ സൂര്യന് ഇങ്ങനെ കറങ്ങുന്നതൊക്കെ, അതിനൊക്കെ യന്ത്രങ്ങൾ കൊടുത്ത് ഘടിപ്പിച്ചു. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ കറക്കി, സ്വയം കറങ്ങുക, സൂര്യനെ ചുറ്റുക, ഇങ്ങനെ ഒരു പ്രപഞ്ചം ചമത്തിൻ്റെ ചെറിയ മോഡല് റൂമിലുണ്ടാക്കി വെച്ചു. എന്നിട്ട് തൻ്റെ സുഹൃത്തിനെ ക്ഷണിച്ചു, ദൈവനിഷേധിയായ സുഹൃത്തിനെ ക്ഷണിച്ചു. ഇതൊക്കെ എന്നെ കാണിച്ചു കൊടുത്തു. അങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് ഭയങ്കര അത്ഭുതമായി. ഭയങ്കര സംഭവമുള്ളത്, ഇതാരുണ്ടാക്കിയെന്ന് ചോദിച്ചു. പറഞ്ഞു ഇതാരും ഉണ്ടാക്കിയല്ല, ഇതിങ്ങനെ ഉണ്ടായതാന്ന് പറഞ്ഞു. അല്ല ആളെ കളിയാക്കല്ല, സത്യം പറയും, ഇതാരും ഉണ്ടാക്കിയതല്ല, ഇതിങ്ങനെ ഉണ്ടായതാണ്. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയില്ല, ഇതെങ്ങനെ ഉണ്ടായതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നു. അപ്പോൾ പറഞ്ഞു കൊടുത്തു, അല്ല പൊട്ട, ഇതിൻ്റെ ഈ ഒരു ഡൂബിളി ചെറിയ സംഗതി, ഇത് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ കോപ്പിയായ ഈ പ്രപഞ്ചം, അതിൻ്റെ പിന്നിൽ ഒരു ശക്തിയില്ല എന്ന് വിശ്വസിക്കുന്ന നീ വലിയ പൊട്ടനല്ലേ. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അപ്പം അള്ളാഹു ആണ് ഇതിൻ്റെ പിന്നിലുള്ള ആ വിശ്വാസത്തിലേക്ക്, ദൃഢബോധ്യത്തിലേക്ക് നമ്മളെത്തുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഈമാൻ
തെറിച്ചു പോകുന്ന ഒരുപാട് കാരണങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതിനെ തൊട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലൂടെ അള്ളാഹിനെ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത്, നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ അള്ളാഹിനെ മനസ്സിലാക്കാൻ കഴിയും. നമ്മളില്ല മഹാപ്രപഞ്ചം നമ്മളിലുണ്ട്. ഈ കണ്ണ് തന്നെ വലിയ അത്ഭുതമാണ്. കണ്ണിൻ്റെ ഒരു കാഴ്ച ഒരത്ഭുതമാണെങ്കിൽ അടുത്ത സെക്കൻഡിലെ കാഴ്ച മറ്റൊരത്ഭുതമാണ്. ശ്വസനം മറ്റൊരത്ഭുതമാണ്. രുചി അത് മറ്റൊരത്ഭുതമാണ്. ശ്വാസോച്ഛ്വാസം അത്ഭുതമല്ലേ? ഒരു ശ്വാസത്തിൻ്റെ വില എത്രയാണ് നിങ്ങൾക്ക്? ഒരു ശ്വാസത്തിൻ്റെ വില എത്രയാണ് നമുക്കറിയില്ല. ഈ ശ്വാസം എടുക്കാതെ കഴിയണം. ശ്വാസം വലിച്ചിട്ട് കിട്ടണില്ല, അല്ല പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. അങ്ങനെ ഒരവസ്ഥ വന്നാൽ എന്തായിരിക്കും? നമ്മളെത്ത് എന്തുണ്ടെങ്കിലും കൊടുത്തുങ്ങാണ്ട് ആ ശ്വാസം നേരാക്കാൻ വേണ്ടി ശ്രമിക്കൂലേ? അപ്പോൾ ഇതിൻ്റെ വില എത്രയാണ്? ഇത് ഫ്രീ ആയിട്ട് അള്ളാഹു തരുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ വില അറിയണില്ല. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അള്ളൊക്കെ ഫ്രീ ആയിട്ട് നടത്തി തരാം. മലമൂത്ര വിസർജനം ഫ്രീ ആയിട്ട് നടത്തി തരാം. ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നത്, ദഹിക്കുന്നത്, അതിൻ്റെ ദഹനേന്ദ്രിയം, അതുപോലെ ഹാർട്ടിൻ്റെ പ്രവർത്തനം, കിഡ്നിയുടെ പ്രവർത്തനം, ഇതൊക്കെ കോടികൾ വില മതിക്കാത്തതാണ്. അതൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടത്തി തരുമ്പോൾ അതിൻ്റെ വില അറിയണില്ല. അപ്പോൾ നമ്മളെ ഒരു 10 റുപ്യ പോകുമ്പോൾ നമുക്ക് ഖേദം വരുന്നത്, ഇതിൻ്റെ വില നമ്മളിട്ട് അറിയണമില്ല. വല്ലാത്ത അവസ്ഥ. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ശരീരത്തെക്കുറിച്ച് ചിരിക്കുമ്പോൾ അവൻ്റെ റബ്ബിനെക്കുറിച്ച് അറിയും. അവൻ്റെ റബ്ബിനെ കുറിച്ച് അവന് ബോധവാനാകും. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബു. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത്, ആ റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് കാരുണ്യവാനാണെന്ന് കൂടെ മനസ്സിലാക്കണം. അവൻ വല്ലാതെ കരുണയുള്ളവനാണ്, അവൻ വല്ലാതെ സ്നേഹമുള്ളവനാണ്. അവനെ പാമ്പിനെ പേടിക്കുന്ന രൂപത്തിലോ പോലീസുകാരനെ പേടിക്കുന്ന രൂപത്തിലോ അല്ല അവനെ പേടിക്കേണ്ടത്, അവനെ സ്നേഹിക്കുന്നവനാണ്. കാരണം വിശ്വാസിയെ പറ്റി പറഞ്ഞത്, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സ്നേഹമാണ് നരകമല്ലോടോ, സ്നേഹമാണ് അവനറിയണേ. നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പേടിക്കല്ല വേണ്ടത്. എന്നാൽ പേടി വേണം ആവശ്യത്തിന്. പക്ഷെ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ആ സ്നേഹം അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന അനുസരണക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും, രസം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ ദുനിയാവിലെ ചെറിയ സ്നേഹം തന്നെ നോക്കി. ദുനിയാവിലെ ചെറിയ സ്നേഹം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരാണും പെണ്ണും പരസ്പരം സ്നേഹം, ഒരു ചെറുപ്പക്കാരും പരസ്പരം സ്നേഹിച്ചു. അവർക്ക് കിട്ടുന്ന ആ സുഖം ഉണ്ടല്ലോ, അത് താൽക്കാലികമാണ്. അതിൻ്റെ പിന്നാലെ ഒന്നും ആരും പോവണ്ട. അത് ഇവിടെ തന്നെ പൊട്ടിപ്പൊടിയും, നിലനിൽക്കൂല. പക്ഷെ ആ ഒരു സമയത്തുള്ളൊരവസ്ഥ നോക്കി നിങ്ങൾ, എന്തിനും പറഞ്ഞത് കേൾക്കാനും അനുസരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക്. പെണ്ണ് പറയാണ്, നമുക്ക് നാളെ വയനാട്ടിൽ പോകാലോ. ആയിക്കോട്ടെ, നമുക്ക് പോവാ, നേരത്തെ തന്നെ പോവാ. എന്നാൽ പിന്നെ എപ്പോഴാണ് പോവാ? നമുക്ക് രാവിലെ ഒരു 10 മണിക്ക്. എന്നാലേ നിങ്ങൾ 10 മണിക്ക് പിന്നെ നമ്മളെ വാണിയന്നൂർ വരുവേണ്ടി, അവിടെ നമുക്ക് പോയിട്ട് ബസ് കയറാം എന്ന് പറഞ്ഞു. മീശപ്പടിക്ക് വന്നാൽ മതി, ഞാനവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെന്ത് ചെയ്യും? ഈ പെണ്ണ് പെണ്ണോട് പറയണം, ഇവനെന്ത് ചെയ്യും? ഇപ്പോൾ 10 മണിക്ക് കയറില്ലേ, ഇപ്പോൾ 8 മണിക്ക് തന്നെ വന്ന് അവളെ കാത്തുക്കും. കാരണം ആ കാത്തു നിൽക്കലൊക്കെ എനിക്കൊരു സുഖമാണ്, ഒരു രസം കിട്ടും. കാരണം ആ ചെറിയൊരു സ്നേഹം. ഇങ്ങനെ ഇവന് 8 മണിക്ക് എത്തിയിട്ട് ഇവളെ കാത്തിക്കുക. ഇവള് 10 മണിയായിട്ടും വരണില്ല, 11 മണിയായിട്ടും വരണില്ല. എന്നാൽ ഇവർക്ക് വല്ല സങ്കടമുണ്ടോ? ഇങ്ങനെ കാത്തിക്കിട്ട് പിന്നെ സുഖം. 12 മണിയായപ്പോൾ ഇങ്ങനെ വന്നു, ഞാൻ കുറച്ച് നേരം വൈകി, പെരിയിൽ കുറച്ച് തിരക്ക്, അതൊന്നും പ്രശ്നമില്ലാന്ന്. ഇനിയിപ്പോൾ വൈകുന്നേരമായാലും ഞാനിവിടെ ഉണ്ടാകും. നമുക്ക് ജുമാക്ക് കുറച്ച് നേരത്തെ പോകാൻ ഇഷ്ടമില്ലല്ലോ. എന്താ കാരണം? അള്ളാഹിനോട് ഇഷ്ടമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോകും, എല്ലാത്തിനും നേരത്തെ പോകും. ഇഷ്ടത്തോടു കൂടെ ചെയ്യുന്ന പണിക്ക് ഒരു ആസ്വാദനം ഉണ്ടാവും. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മളിന്ന് ഇടങ്ങറായിച്ച് ചെയ്യണം, ഒക്കെ ഇടങ്ങറായി ചെയ്യാം. ഈ പറയുന്ന ഞാനും, കാരണം അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്ക് വന്നില്ല.
നമ്മൾ കുറേ പേടിപ്പിക്കണ വർത്തമാനങ്ങൾ കുറേ ആദ്യം തന്നെ കേട്ടു. അങ്ങനെ അള്ളാഹിനോട് അകന്നു പോയി. അള്ളാഹാണെങ്കിലോ വല്ലാത്ത സ്നേഹവും കാരുണ്യവുമാണ്. അവനെ മനസ്സിലാക്കിയാൽ ഇബാദത്തിനൊക്കെ വലിയ സുഖമായിരിക്കും. ആ ഒരു ചെറിയ സ്നേഹം എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം എത്രയാണ്. അല്ലാഹുവിൻ്റെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വാലിഹീങ്ങളൊക്കെ രാത്രി ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അവരെ നിസ്കാരം കണ്ടാൽ ഞങ്ങൾ അത്ഭുതപ്പെടും. അവരിങ്ങനെ നിസ്കരിച്ചു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ നീര് കെട്ടി. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അഫലാ കൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ? പക്ഷെ റസൂലുള്ളാഹി അത് ആസ്വദിക്കുകയാണ്, അനുഭവിക്കുകയാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറഞ്ഞില്ലേ, അവർ ഇബാദത്ത് കൊണ്ട് സ്വർഗീയത അനുഭവിക്കുകയാണ്. അവർക്ക് നേരം പുലരോളം അവർക്ക് ഇബാദത്ത് ചെയ്യാൻ അവർക്ക് അനുഭൂതിയാണ്, അവർക്ക് രസമാണ്. കാരണം അവർ അള്ളാഹുവിനെ സ്നേഹിച്ചു. അതുകൊണ്ടല്ലേ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ മജ്നൂനാണെന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഉറക്കമില്ലാതെ ഇബാദത്താണ്, ഉറക്കമില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹു ഉറങ്ങാതെ ഞാനെങ്ങനെ ഉറങ്ങും? ലാ തഖുദുഹു സിനത്തും വലാ നഊം. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നിസ്കരിച്ച ഈ ഒരു ചരിത്രം കേട്ട ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം തഹജ്ജുദ് മുടങ്ങിയപ്പോഴാണ് അവിടുന്ന് പാടിയത്, ലലംതു സുന്നതമൻ അഹ്യ ലാമായിലാ അനിസ്തഖത് ഖാദമാ ഹുല്ലുർവാമിൻ വറമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വശദ്ദ മിൻ ശഗബീൻ അഹ്ശാഅഹു വതവാ تحت الحجارة كشحا مترف الآدمي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. കൂരിരുട്ടിനെ കീറിമുറുക്കുമാറുള്ള ആ ഇരുട്ടിനെ വെളിച്ചമാക്കിയ ഹബീബിൻ്റെ സുന്നത്തിനോട് ഞാൻ എതിര് ചെയ്തല്ലോ എന്ന് പറഞ്ഞു കരഞ്ഞു ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു. അവരൊരു അള്ളാഹുവിനെ ആസ്വദിക്കാനുള്ള ഒരു സന്ദർഭം നഷ്ടപ്പെട്ടപ്പോൾ അവർ ഖേദിച്ചു. അവരിടങ്ങറായിട്ട് ചെയ്തവരല്ല, അവർ ആസ്വദിച്ച് ചെയ്തവരാണ്. അവരാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകൾ. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഈ റമളാനിലും അള്ളാഹുവിൻ്റെ അടിമയാവാനുള്ള ഒരു ശ്രമം, അള്ളാഹുവിനെ അനുസരണത്തിൽ ഒരു സുഖം കണ്ടെത്തണം. അതിന് അള്ളാഹുവിനെ സ്നേഹിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ദ്വാരക്കണ്ട നിങ്ങൾ വായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ ഉസ്താദ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, വളരെ വിഷമമായി ബഹുമാനപ്പെട്ട ഒരു സഹോദരി ഈ സദസ്സിലേക്ക് ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ പ്രത്യേകിച്ച് പറയാനുള്ളത്, ആ സഹോദരിയുടെ മകൾ ഏകദേശം 22 വർഷമായിട്ട്
22 വർഷമായിട്ട് ഒരു അസുഖത്തിലാണ്. കാണാത്ത ഡോക്ടർമാരില്ല, പോവാത്ത ഹോസ്പിറ്റലുകളില്ല. ഇപ്പോഴും പൂർണ്ണമായിട്ടും ആ കുട്ടിക്ക് പൂർണ്ണ സുഖം കിട്ടിയിട്ടില്ല. അതോടൊപ്പം അത് വിവാഹപ്രായമാണ്. അനുയോജ്യമായ ഒരു വരനെയും കിട്ടണം. ഇത്രയും വളരെ വിഷമമായ അവസ്ഥയിൽ ആ ബഹുമാനപ്പെട്ട ആ സഹോദരിക്ക് കിട്ടിയ സ്വത്തിൽ നിന്ന് 1 സെൻറ്റ് ഭൂമിയുടെ പൈസ നമ്മുടെ ഈ പ്രിയപ്പെട്ട മദ്രസക്ക് വേണ്ടി ആ സഹോദരി സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നമ്പറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പേപ്പറിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ മോൾക്ക് പിന്നെ അസുഖം മാറുവാനും അനുയോജ്യമായ ഒരു വരനെയും കിട്ടുക എന്നുള്ള വളരെ വിഷകരമായിട്ടാണ് ആ പ്രിയപ്പെട്ട സഹോദരി ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ മനസ്സറിഞ്ഞ് ആ സഹോദരിയുടെ മകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പ്രാർത്ഥിക്കും. അത്രയില്ല, ആ 1 സെൻറ്റ് സ്ഥലത്ത് ഒരു തെങ്ങുണ്ട് അത്രേ. ആ തെങ്ങിൻ്റെ വരുമാനം ഇന്ന് മുതൽ ഈ മദ്രസയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യുകയാണ് എന്നുകൂടി ആ സ്ത്രീ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം അവർ മറ്റൊരു റിക്വസ്റ്റ്, ബഹുമാനപ്പെട്ട മഹാത്തുൽ മുഅ്മിൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ മാസം കൂടിയാണല്ലോ ഈ മാസം. അപ്പോൾ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് വേണം പ്രാർത്ഥിക്കാൻ എന്നുകൂടി അവർ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പരിപാടിയിലേക്ക് കടക്കും. ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ ഉസ്താദ് വളരെ ആത്മീയമായ ഒരു ക്ലാസ്സിന് നമുക്ക് നേതൃത്വം നൽകി. ഉസ്താദ് പറഞ്ഞ പോലെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ, അനുഷ്ഠാന കർമ്മങ്ങൾ ആസ്വദിക്കുവാനും അനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖ് ആഫിയത്തോടുകൂടെ നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് നാളെ ഇന്നത്തോടുകൂടി ഇവിടെ പ്രഭാഷണം അവസാനിക്കുകയാണ്. നാളെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച പോലെ മയ്യത്ത് പരിപാലന ക്ലാസ്സാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇന്നലെ പള്ളിയിൽ ജുമാക്ക് ഉണർത്തിയിട്ടുണ്ട്. സാധിക്കുന്ന മുഴുവൻ സഹോദരിമാരും ആ ക്ലാസ്സിൽ പങ്കെടുക്കണം. അതോടൊപ്പം നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ, മയ്യത്ത് കുളിപ്പിക്കൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര ശീല വേണം, എന്തെല്ലാം ഒരു കഫൻ ചെയ്യലുമായി ബന്ധപ്പെട്ട് കുളിപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് കൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ വീണ്ടും 1-2 ക്ലാസ് കൂടി അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ആ ക്ലാസ് ഒരു കാരണവശാലും മിസ്സാക്കരുത്. നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇവിടെ ഒരുപാട് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് നമുക്ക് ഒപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് ആ ഹാളിൽ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ നടക്കുക. ആണുങ്ങൾക്ക് തീരെ പ്രവേശനം ഉണ്ടാവില്ല. വളരെ സുഖകരമായിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പഠിക്കാനും അതുമായി ബന്ധപ്പെടുവാനും എല്ലാത്തിനും കഴിവുള്ള ബഹുമാനപ്പെട്ട ഫാത്തിമ സുഹ്റ എന്ന് പറയുന്ന പറവണ്ണക്കാറ്റൊരു ഫാദില പെൺകുട്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഒരുപാട് ക്ലാസ്സിന് നേതൃത്വം കൊണ്ട് പരിചയം കൂടി അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, മുഴുവൻ സാധിക്കുന്ന കുറച്ച് ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉള്ള എന്നെപ്പോലെ അങ്ങനെ വയസ്സും പ്രായമായ മയ്യത്ത് പൊന്തിക്കാനും പിടിക്കാനും പറ്റാത്തവർ അല്ല, കുറച്ച് നല്ല കഴിവും ആരോഗ്യമുള്ള സ്ത്രീകൾ സഹോദരിമാർ അതിൽ പങ്കെടുക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ എല്ലാവർക്കും ഓരോ കവറുകൾ കൊടുത്തയച്ചിരുന്നു. ഈ പരിപാടിയുടെ ആവശ്യമായ പരിപാടിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് എല്ലാവരും കവറ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. അഥവാ ആരെങ്കിലും മറക്കുകയോ മറ്റ് സൗകര്യപ്പെടാത്ത അവസ്ഥ വരികയാണെങ്കിൽ നാളെ
അതുകൂടി എത്തിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ മഹത്തായ 4 ദിവസത്തെ ക്ലാസ്സാണ്. നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ പല ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് ബഹുമാനപ്പെട്ട ആലിമസ്സായുടെ ക്ലാസ് വളരെ അർത്ഥവത്തുള്ള ക്ലാസ്സായിരുന്നു. ആ രീതിയിൽ ആസ്വദിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും തന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഇതിനി രംഗത്ത് ഒരുപാട് ഇനിയും ഉയരാനുള്ള ആരോഗ്യവും എല്ലാം നൽകും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ ബഹുമാനപ്പെട്ട ആ സഹോദരി പറഞ്ഞ പോലെ നമ്മൾ മഹാത്മജത്തുൽ കുബ്ര അവരുടെ പേരിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഉസ്താദ് വളരെ ഇതായിട്ട് പ്രാർത്ഥിക്കും. അതേപോലെ തന്നെ ഒരു സഹോദരി ഈ ഇന്നത്തെ മഹത്തായ പരിപാടിയിലേക്ക് ഈത്തപ്പഴം കൊടുത്തയച്ചിട്ടുണ്ട്. എല്ലാവരും പോകുന്ന ആളുകൾ മുഴുവൻ അത് കൈപ്പറ്റണ കൂടിയെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്കും വേണ്ടി അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാവാനും മറ്റുള്ള കാര്യത്തിനും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇലാ ഹദറത്ത് സയ്യിദിനാ വഹബീബിനാ വമുൻജിദിനാ വമുർഷിദിനാ വഹാദിനാ വഖുർറത്ത അയുനിനാ മുസ്തഫാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم ثم إلى حضرة أمهات المؤمنين خديجة الكبرى رضي الله عنها. الفاتحة. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ ആണ്ട് ദിനമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ദുനിയാവിലെയും ആഖിറത്തിലെയും അല്ലാഹു മഹത്വം നൽകിയ, ഏറ്റവും കൂടുതൽ മഹത്വം നൽകിയ 4 സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു മഹത്വം നൽകിയ 4 സ്ത്രീകൾ. അതിലൊന്ന് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഫാത്തിമ സുഹ്റ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി തങ്ങളുടെ മകൾ. മറ്റൊന്ന് മറിയം ബീബി റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ആസിയ ബീബി റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 4 സ്ത്രീകളാണ് അള്ളാഹു ഏറ്റവും മഹത്വം കൊടുത്തത്. ഈ 4 ആളുകളും റസൂലുള്ളാഹിയുമായി ബന്ധമുണ്ട്. എന്താ ബന്ധം? ഒന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാണ്, മറ്റൊന്ന് റസൂലുള്ളാഹി തങ്ങളുടെ മകളാണ്. മറ്റു 2 പേരോ മറിയം ബീവിയും ആസിയ ബീബി റളിയല്ലാഹു അൻഹ. അവർ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരാണ്. അത് ദുനിയാവിലല്ല, പരലോകത്ത്. അള്ളാഹു ആ കല്യാണത്തിൽ കൂടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മഹദിയായ ഖദീജ, നമ്മളൊക്കെ ഒരു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാൻ മാർഗങ്ങൾ ഒരുപാട് കൂടുതലാണ്, ശഫാഅത്തുകൾ. കാരണം നമ്മൾ പലപ്പോഴും ഏതൊരു മഹദിയുടെ അല്ലെങ്കിൽ ഒരു മഹാൻ്റെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെടും. അങ്ങനെ ബന്ധപ്പെടുന്ന ആളുകളൊന്നും നമ്മൾ കുറ്റപ്പെടുത്തരുത്. പതിനീങ്ങൾ ആണ്ട് വരുമ്പോൾ ചിലപ്പോൾ ചില ചെറുപ്പക്കാർ സജീവാവും. ഓനിപ്പം ഇന്ന് സജീവമായിട്ട് വലിയ കാര്യം പള്ളിയൊക്കെ കയറുന്ന അവനെ കുറ്റപ്പെടുത്തരുത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുക, പറയാൻ പറ്റൂല. അള്ളാഹു കാരുണ്യവാനല്ലേ. നമ്മൾ വേറെ ആരെയും വിധി എഴുതണ്ട. ഓൻ നരകത്തിലാണ്, ഓൻ സ്വർഗത്തിലാണ്, ഓൻ മോശപ്പെട്ടവൻ, ആര് വിധി എഴുതണ്ട. നമ്മളും അവരൊക്കെ വിധി കാത്തു നിൽക്കുന്ന ആളുകളാണ്. പിന്നെ എങ്ങനെ നമ്മൾ വിധി എഴുതുക? സ്വർഗത്ത് കടന്നതിൻ്റെ ശേഷമാണെങ്കിൽ അൽഹംദുലില്ലാ പറയായിരുന്നു. അതിൻ്റെ മുമ്പ് ആരെയും നമ്മൾ വിധിക്കണ്ട. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത്, ഏത് മഹാന്മാരൊക്കെ വരുന്ന സമയത്ത്, ഇപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വലിയ ഫാത്തിഹ ഓതാൻ ഓർമ്മപ്പെടുത്തി തന്നു, അൽഹംദുലില്ലാ. ചിലപ്പോൾ ആ ഒരു ഫാത്തിഹൻ്റെ ബന്ധം വലിയ ബന്ധമായിരിക്കും. കാരണം അവർക്ക് എന്തെങ്കിലും നമ്മളൊരു സമ്മാനം കൊടുക്കുക, ആ സമ്മാനം കൊടുക്കുന്നത് വിശുദ്ധ ഖുർആനെക്കാട്ടും വലിയ സമ്മാനമില്ലല്ലോ. അപ്പോൾ അവർ കണ്ട് കൊടുക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ളൊരു ബന്ധമായി.
ആ ഒരു സ്നേഹബന്ധം. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹക്ക് പകരം ഖദീജ മാത്രം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂലുള്ളാഹിനെ വല്ലാത്ത റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യും, വല്ലാതെ സ്നേഹിക്കുകയും അവിടുത്തെ സന്താനങ്ങളൊക്കെ ഉണ്ടായത് അവിടെ നിന്നാണല്ലോ. ഖദീജ ആ ഖദീജ ബീവിയുടെ മകളാണല്ലോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ടാകുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് മറ്റൊരു ഭാര്യമാരുണ്ടായിരുന്നില്ല. ഹിറാ ഗുഹയിൽ റസൂലുള്ളാഹി തങ്ങൾ ഹിറാ ഗുഹയിൽ പോയ ആളുകളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ വളരെ സുഖമാണ് കയറാനൊക്കെ. പക്ഷെ അന്ന് ആ മലകൾ താണ്ടി ഖദീജ ബീവി ഭക്ഷണവുമായി പോകുമായിരുന്നു ഹബീബിന്, അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ദറജ പദവി വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ, നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ, അവൻ്റെ പൊരുത്തത്തിലായി ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള എല്ലാ ആരോഗ്യവും എല്ലാവിധ മാനസികവും ശാരീരികവുമായ ആരോഗ്യം അല്ലാഹു സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആ പുണ്യഭൂമിയിൽ എല്ലാവർക്കും എത്താനുള്ള അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരു സഹോദരി വിഷമം പറഞ്ഞല്ലോ, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി സംഭാവനയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല അതൊക്കെ കബൂലാക്കട്ടെ. അതൊക്കെ അല്ലാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട്, ഖദീജയുടെ ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരിയുടെ ആ പ്രയാസം അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. എന്ത് പ്രയാസമാണെങ്കിലും, അത് സിഹറോ കണ്ണേറോ അല്ലെങ്കിൽ വേറെന്തൊക്കെയാണെങ്കിലും, ഈ മാസത്തിൻ്റെ ഹബീബിൻ്റെ ബദരീങ്ങളുടെ ഫാത്തിമാബിയുടെ അവരൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല തട്ടിമാറ്റി കൊടുക്കട്ടെ. അവർക്ക് സന്തോഷവും സമാധാനവും അല്ലാഹു തിരിച്ചു കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഔസിൽ വബല്ലിഗ് മിസ്ല സവാബി മാ ഖറൈനാഹു മിനൽ ഖുർആനിൽ അളീം ഇലാ ഹദറത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرة سائر الأنبياء والأولياء والعلماء والصديقين والشهداء والصالحين، خصوصا منهم إلى حضرة سيدتنا خديجة الكبرى رضي الله عنها، وإلى حضرة من ماتوا من آبائنا وأمهاتنا وأقاربنا كلهم أجمعين. اللهم نور مرقدهم ونور ضريئهم وتقبل أعمالهم وتجاوز عن سيئاتهم. اللهم اجمع بيننا وبينهم في دار السلام. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. اللهم لا تدع لنا في مجلسنا هذا وفي يومنا هذا ذنبا إلا غفرته، ولا هما إلا فرجته، ولا عسرا إلا يسرته، ولا عيبا إلا سترته، ولا دينا إلا أديته، ولا بلاء إلا رفعته، ولا مرضا إلا شفيته، وسحرا إلا أبطلته، ولا فسادا إلا أصلحته، ولا عينا إلا رددته، ولا مرادا إلا حسلته، ولا من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاح إلا قضيتها ويسرتها يا ذا الجلال والإكرام.
اللهم إنا نسألك من كل خير سألك منه عبدك ونبيك وحبيبك سيدنا محمد. اللهم اشفنا واشف أمراضنا وأمراض مرضانا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم صل وسلم على رسولك سيدنا മുഹമ്മദ്. അർഹമുറാഹിമീനായ തമ്പുരാനെ, ഞങ്ങളുടെ പറഞ്ഞത് കേട്ടത് എല്ലാം നീ കബൂലാക്കണ റഹ്മാനെ. എല്ലാം നീ അമലു സ്വാലിഹാത്തിൽ ഉൾപ്പെടുത്തണ റഹ്മാനെ. വല്ല അപാതകതും വന്നുപോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണ റഹ്മാനെ. ഈ സദസ്സിൻ്റെ ബദരീങ്ങളുടെ ഹബീബിൻ്റെ അതുപോലെ ഖദീജ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആനെ നീ കബൂലാക്കണ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പൊറുക്കണ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യമായി ചെയ്ത ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് പൊറുക്കണേ റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനെ. സ്നേഹിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം നൽകിയവർ, സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഈ സദസ്സിലേക്ക് ദാനധർമ്മങ്ങൾ ചെയ്തവർ, എല്ലാ ഈ ഞങ്ങളെ മദ്രസകളെയും പള്ളിയെയും സഹായിക്കുന്നവർ എല്ലാവർക്കും നീ മാപ്പാക്കണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കണേ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, മാരകമായ അസുഖങ്ങളെ തൊട്ട് നീ കാവൽ നൽകണ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാവൽ നൽകണ റഹ്മാനെ. നിൻ്റെ ഹിഫ്ദ് കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ, ബന്ധത്തിൽപ്പെട്ട ഞങ്ങളോട് ബന്ധപ്പെട്ട പലരും ഹോസ്പിറ്റലിലും വീടുകളിലും രോഗത്തിലായി കഴിയുന്നവരുണ്ട്. നീ ശിഫ നൽകണേ റഹ്മാനെ. നീ ശിഫ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈമാനോടുകൂടിയുള്ള മരണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, മാരകമായ അസുഖങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. രോഗങ്ങൾ, അപകടങ്ങൾ വർദ്ധിച്ച കാലഘട്ടമാണ്. നിൻ്റെ ഹിഫ്ദ് കാവൽ നൽകണേ അല്ലാ. പടച്ചവനെ, നിൻ്റെ റഹ്മത്തിൻ്റെ 10 ഇന്ന് അവസാനിക്കുകയാണ്. ഈ 10-ൽ നീ ലക്ഷോപലക്ഷം ആളുകൾക്ക് നിൻ്റെ കാരുണ്യം ചൊരിയുന്നു. സാധുക്കളായ ഞങ്ങളെയും ആ കാരുണ്യത്തിൽ നീ ഉൾപ്പെടുത്തണ റഹ്മാനെ. നിൻ്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്കെപ്പോഴും നിൻ്റെ റഹ്മത്ത് മാത്രമാണ് പ്രതീക്ഷ. ഞങ്ങളുടെ അമലുകളെക്കാളും പ്രതീക്ഷ നിൻ്റെ റഹ്മത്താണ്, നിൻ്റെ മഗ്ഫിറത്താണ്. അത് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും ഏറ്റി നൽകണേ റഹ്മാനെ. ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾ, കച്ചവടം ചെയ്യുന്ന ആളുകൾ, ഒരുപാട് ബിസിനസ് ചെയ്യുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും നീ പുരോഗതി നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ റഹ്മാനെ. സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സമയത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അർഹമുറാഹിമീനായ തമ്പുരാനെ, നിന്നെ അറിയാൻ തൗഫീഖ് നൽകണ റഹ്മാനെ. നിന്നെ അറിഞ്ഞുകൊണ്ട് ദിക്ർ ചെയ്യാൻ, നിന്നെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ, നിൻ്റെ കാരുണ്യം, സ്നേഹം മനസ്സിലാക്കാൻ, അതിനൊക്കെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഭാഗ്യം നൽകണ റഹ്മാനെ. അതിനാവശ്യമായ സാഹചര്യങ്ങൾ, ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം നീ നൽകണ റഹ്മാനെ. അർഹമുറാഹിമീനായ തമ്പുരാനെ, ഈമാനിനെ തൊട്ട് അകന്നു പോകുന്ന വാക്കുകളെ തൊട്ട്, വിശ്വാസങ്ങളെ തൊട്ട്, പ്രവൃത്തികളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാക്കണേ റഹ്മാനെ. അർഹമുറാഹിമീനായ തമ്പുരാനെ, മഗ്ഫിറത്തിൻ്റെ 10-ലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ മഗ്ഫിറത്തിൻ്റെ 10-ൽ പാപം പൊറുക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ. ഞങ്ങളെല്ലാവരെയും നരകമോചനം നടത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരു സഹോദരി വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് എഴുത്തു കൊടുത്തയച്ചിരിക്കുന്നു. അവരെ നീ അറിയുന്നവരാണ്. അവരെ പ്രയാസം നീ തീർത്തു കൊടുക്കണ റഹ്മാനെ. അവരുടെ സദഖകൾ നീ സ്വീകരിക്കണ റഹ്മാനെ. ഖദീജ ബീവിയുടെ, ഫാത്തിമ ബീവിയുടെ, ബദരീങ്ങളുടെ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ സാധിപ്പിച്ചു കൊടുക്കണ റഹ്മാനെ. അവർക്ക് ശാന്തിയും സമാധാനവും കൊടുക്കണ റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നീ കാക്കണേ റഹ്മാനെ.
പ്രയാസങ്ങൾ എളുപ്പമാക്കി മാറ്റണ റഹ്മാനെ. ഞങ്ങൾക്ക് സ്നേഹവും ഐക്യവും സാഹോദര്യവും ഞങ്ങളുടെ കുടുംബം നാട്ടിലും നീ നിലനിർത്തണ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ തമ്പുരാനെ, ഇനിയും ഒരുപാട് റമളാനിൽ സംഗമിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണ റഹ്മാനെ. അള്ളാഹുവെ, വിവാഹക്കാരും ശരിയാവാതെ പ്രയാസപ്പെടുന്ന സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഹൈറായ ഇണകൾ അടുപ്പിച്ചു കൊടുക്കണ റഹ്മാനെ. എത്രയും പെട്ടെന്ന് ഹൈറായ ഇണകൾ അടുപ്പിച്ചു കൊടുക്കണ റഹ്മാനെ. സന്തോഷമുള്ള കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവനങ്ങളെ കൊടുക്കണേ അല്ലാ. ഉള്ള സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണ റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിൽ ഭാരമാകുന്ന മക്കളാക്കല്ല അല്ലാ, പരലോകത്ത് ഇടങ്ങേറാകുന്ന മക്കളാക്കല്ല റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുന്ന, കൺകുളിർമ നൽകുന്ന മക്കളാക്കണം. അതുപോലെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും കൺകുളിർമ നൽകണ റഹ്മാനെ, സന്തോഷം നൽകണ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും സാഹോദര്യവും നിലനിർത്തണ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ തമ്പുരാനെ, വീടില്ലാത്തവർക്ക് വീട് നൽകണ റഹ്മാനെ. വീടിൻ്റെ പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളൊക്കെ സന്തോഷമുള്ള വീടുകളാക്കണ റഹ്മാനെ, സ്നേഹമുള്ള വീടുകളാക്കണേ അല്ലാ. അർഹമുർ-റാഹിമീനായ തമ്പുരാനെ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളൊക്കെ പലരും ഹജ്ജിനും ഉംറക്കും ഉദ്ദേശിക്കുന്നവരുണ്ട്. പടച്ചവനെ, നീ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണ റഹ്മാനെ. നിൻ്റെ പൊരുത്തത്തിലാക്കണ റഹ്മാനെ. പടച്ചവനെ, ആ പരിശുദ്ധ ഭൂമിയിൽ ചെന്ന് അവിടുന്ന് നൂറ് കരസ്ഥമാക്കാൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ ചെല്ലുമ്പോൾ, അവിടുത്തെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങൾക്കത് അനുഭവിക്കാൻ തൗഫീഖ് നൽകണ റസൂലുള്ളാഹി തങ്ങളെ അനുഭവിക്കാൻ തൗഫീഖ് നൽകണ റഹ്മാനെ. പടച്ചവനെ, നിങ്ങളിൽ റസൂലുള്ളാഹിയുണ്ട് എന്ന് പറഞ്ഞല്ലോ നീ, അത് ഞങ്ങൾക്ക് നീ അനുഭവിക്കാൻ തൗഫീഖ് നൽകണ റഹ്മാനെ. പുണ്യസ്ഥലങ്ങളൊക്കെ സിയാറത്ത് ചെയ്ത് വിജയിക്കാൻ തൗഫീഖ് നൽകണ റഹ്മാനെ. പടച്ചവനെ, അതിനുള്ള എല്ലാ ആരോഗ്യവും ആഫിയത്തും ആയുസ്സും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ തമ്പുരാനെ, നിൻ്റെ ത്വഅത്തിലായി, നിൻ്റെ തൃപ്തിയിലായി, സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി സന്തോഷത്തോടുകൂടെ സ്വർഗം കണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ തമ്പുരാനെ, പടച്ചവനെ, ഈ റമളാൻ ശരീഫ് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ റഹ്മാനെ. പ്രതികൂലമാക്കണേ അല്ലാ, പ്രതികൂലമാക്കല്ല അല്ലാ. റമളാൻ ശരീഫും ഖുർആനും നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, നിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്ന അമലുകളെ കൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങളെ സജീവമാക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അത് കാരണത്താൽ നിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുത്തണ റഹ്മാനെ. നീ തൃപ്തിപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. ഞങ്ങളുടെ മാതാപിതാക്കളിൽപ്പെട്ട, കുടുംബക്കാരിൽപ്പെട്ട, സ്നേഹജനങ്ങളിൽപ്പെട്ട, അയൽവാസികളിൽപ്പെട്ട, ഞങ്ങളെ സഹായിച്ചവരിൽപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ്. നീ സ്വർഗം നൽകണ റഹ്മാനെ. അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റഹ്മാനെ. സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ഖുർആനിൻ്റെ മിസ്ൽ സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, സ്വർഗീയ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ചെയ്ത നന്മകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. വല്ല തിന്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ഏടുകൾ വലത് കൈ നൽകണേ അല്ലാ. നന്മ മുൻതൂക്കമാക്കണേ റഹ്മാനെ. സിറാത്ത് മിന്നറിയും പ്രകാരം കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ എന്ന് പറയുന്ന സമയത്ത് ആ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ, അതും നരകം തൊടാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നിൻ്റെ റഹ്മത്ത് കൊണ്ട്, നിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين سيدنا محمد وعلى سلام المرسلين والحمد لله رب العالمين أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين.